ഇന്ന് രാത്രി ഏകദിന സുവിശേഷ യോഗത്തിൽ ഇങ്ങനെ തിരുവചനം സംസാരിപ്പാൻ ലഭിച്ച ഭാഗ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തോട് നന്ദിയുള്ളവനായി നിൽക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മേക്കാൾ അല്ല എന്നേക്കാൾ ജ്ഞാനമുള്ള, കഴിവുള്ള, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, കരുത്തുള്ള, ശക്തരും വളരെ അതിശക്തരുമായ ദൈവദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു ദൈവം കൊടുത്തില്ല. ജ്ഞാനമില്ലാതിരുന്ന, സൗന്ദര്യമില്ലാതിരുന്ന, കഴിവില്ലാതിരുന്ന, യാതൊരു യോഗ്യതയില്ലാതിരുന്ന എന്നെയും ഈ മകനീയ ശുശ്രൂഷയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തു. അതാ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു കാരണം. ഈ മഹത്വമുള്ള കൃപയിൽ വരുവാൻ ദൈവം നമുക്കെല്ലാം ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്ന് രാത്രിയിലെ ഈ സുവിശേഷ യോഗത്തിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ശാന്തമായിട്ട് ധ്യാനിക്കാം. ഇവിടെ ഓർപ്പിച്ചല്ലോ, ഈ ദേശമെല്ലാം സുവിശേഷം നന്നായിട്ട് കേട്ടിട്ടുള്ളതാ. ധാരാളം വ്യക്തികൾ, അനേക പ്രിയപ്പെട്ടവരെ ദൈവം അതിനായിട്ട് ഒരുക്കി. നമുക്കറിയാം എന്താണ് സുവിശേഷം. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ മുഖവരയായിട്ട് പറഞ്ഞേച്ച് നമുക്ക് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യം ചിന്തിക്കാം. ഇല്ലെങ്കിൽ ഞാൻ എടുത്ത വാക്യത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ പറയും ഒരു ദിവസത്തെ സുവിശേഷമായിരുന്നു, അയാളൊന്നും പറഞ്ഞില്ല. അപ്പം അടുത്തിരിക്കുന്ന പുള്ളി പറയാം അയാളുടെ തൊഴിൽ അതാന്ന് പറയും. അപ്പം വേറൊരാള് പിന്നെ എല്ലാം കമന്റുകളാണല്ലോ മൊത്തം. ദൈവത്തിന്റെ മകത അതിനകത്ത് ഒരു പഞ്ഞവുമില്ല. അതുകൊണ്ട് അതിന്റെ വഴി അങ്ങ് അടച്ചേച്ച് നമുക്ക് മുമ്പോട്ടങ്ങ് പോകാം. എന്താ സുവിശേഷം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുക, അവിടെ നിൽക്കുന്നവരെ പിടിച്ച് ഇവിടോട്ടാക്കുന്നതല്ല. അവൻ മതം മാറ്റം ഒന്നുമല്ല. ഒരു തള്ള നെടുക നടന്ന് പറയാം മതം മാറ്റുക. ഇവിടെ ആരും മതം മാറ്റിയിട്ടില്ല. മതം മാറി ഇവിടെ ആരും വരികയും ചെയ്യരുത്. ദൈവത്തിന്റെ മകത്ത് ഇത് മതം മാറ്റമല്ല, സുവിശേഷം അറിയിക്കുക. എന്താണ് സുവിശേഷം? സുവിശേഷം സഭ മാറുന്നതല്ല, മതം മാറുന്നതല്ല, സംഘടന മാറുന്നതല്ല. സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ധന്യനായ പൗലോസ് പറഞ്ഞ ആ ഭാഗം നമുക്കെല്ലാം തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. ഇന്ന് രാത്രി ആ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സുവിശേഷത്തെ സ്നേഹിച്ച് ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവരും സമീപവാസികൾ, മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇതിൽ സഹകരിക്കുന്നു. അതിന്റെ കാരണം അവരും സുവിശേഷത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറയാകുന്ന യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. എന്തിനായി സുവിശേഷം? ചില ആൾക്കാർ പറയുന്നത് വയറ്റിപ്പഴപ്പിനാണ്. ഈ വീട്ടുകാർക്ക് അതിന്റെ ആവശ്യമില്ല, ലക്ഷണമൊക്കെ കണ്ടിട്ട്. അവിടെ ആ വീട്ടുകാർക്കും അതിന്റെ ആവശ്യം ഇപ്പം ഇല്ല. അല്ല, ഇവിടുത്തെ പല ആൾക്കാർക്കും അതിന്റെ ആവശ്യം ഇല്ല. ഇത് സുവിശേഷം വയറ്റിപ്പഴപ്പല്ല. എന്തിനായി സുവിശേഷം? ഈ ബിജബ്രദറിന് കണ്ടമാനം കാശ് വന്ന് കിടന്ന് തെള്ളുന്നു. ഇതെവിടെ കൊണ്ട് ഒപ്പിക്കണം, എന്തോ ചെയ്യണം എന്നോർത്ത് പുള്ളിക്ക് വെപ്രാളമായി. അപ്പം ആരോ പറഞ്ഞു കൊടുത്തു ഒരു സുവിശേഷ യോഗം വെക്കാൻ. അങ്ങനെ വെച്ചതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിനായി സുവിശേഷം? ഒറ്റ വാക്കിൽ തിരുവചനത്തിൽ നിന്ന് പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. നമുക്കെല്ലാം അറിവുള്ള വാക്യമാ. വായിച്ചോ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത് മുതൽ താഴോട്ട് നമുക്കെല്ലാം അറിവുള്ള മനഃപ്പാഠമായ വാക്യമാവുന്ന വായിച്ച് സഹായിച്ചാൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ശ്രദ്ധിച്ചേ, വളരെ ക്ലിയറായിട്ട് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അതിലൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തു.
ഒരു വിഭാഗത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, സമുദായത്തിന്റെ വക്താവല്ല ക്രിസ്തു. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തികൾക്കും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും രക്ഷിക്കപ്പെടണം, ദൈവത്തെ അറിയണം. അതിനായി സുവിശേഷം ഓടിച്ചു മുമ്പോട്ട് പോകാം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കേണ്ടത്? ഒരു വാക്യം നമുക്ക് അറിവുള്ള വാക്യമാണ്. 49-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. ഇത് കേൾക്കണം. അപ്പൊ എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം കേൾക്കണം. നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കോ, ഉൾക്കൊള്ളുകയോ ഉൾക്കൊള്ളാതിരിക്കോ, അത് അവനവന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷെ സകല മനുഷ്യരും സകല ജാതികളും ഇത് കേൾക്കണം. അതെന്താ? ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാണ്. മറ്റു പല കാര്യങ്ങളും എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. മാത്രമല്ല എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാനും കൊള്ളുകയില്ല. അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും പിള്ളേരും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പലതും കൊള്ളുകയില്ല. അതിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില പ്രായമുള്ളവർ പറയുന്നില്ലേ പിള്ളേരോട്, എന്തോ കേൾക്കാനാണ് മൂത്തവർ വർത്തമാനം പറയുന്നില്ലേ? ഓ, നിങ്ങളെല്ലാം ജപ്പാനിൽ നിന്ന് വന്നതാ. എനിക്കെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരെയും അങ്ങോട്ട് ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നോട്ടെ. എന്താ മനസ്സിൽ? ആ, എല്ലാവരും എനിക്ക് കാണണം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. ചിലരെ പറയുന്ന കേട്ടിട്ടില്ലയോ? മൂത്തവര് വർത്താനം പറയുന്നതിന്റെ കീഴെ കയറി എന്നാ കേൾക്കാനിരിക്കുകയാണ്. മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. എന്തിനാ മൂത്തവര്? ഭാര്യയും ഭർത്താവും അല്ലേ, മക്കളും അപ്പനും അത് മമ്മി ഇരുന്ന് വർത്താനം പറഞ്ഞല്ലേ, പിന്നെ വിളിക്കാം പുള്ളി. ഇവിടെ പല വാർത്തകളും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കുവാൻ, ഒന്നിച്ചിരുന്ന് സന്തോഷിക്കുവാൻ പറ്റിയ ഒരേ ഒരു വാർത്ത, അത് സദ്വർത്തമാനമാകുന്ന നല്ല വാർത്തയാകുന്ന അവൻ സുവിശേഷമാണ്. ഇംഗ്ലീഷ് ഒന്നും വലിയ വശമില്ലെങ്കിലും ഇരിക്കട്ടെ. ഗുഡ് ന്യൂസ്. തെറ്റിയോ? ആ, നല്ല വാർത്ത, നല്ല വാർത്ത, നല്ല ചരിത്രം, നല്ല വാർത്ത. ഈ വാർത്ത കേട്ടിരിക്കാൻ കൊള്ളാം. നമ്മുടെ ഒന്നും ചരിത്രവും വാർത്തയൊന്നും ഒത്തിരി നേരം ഒന്നും കേട്ടിരിക്കാൻ മിണ്ടുന്നില്ല, കൊള്ളുകയില്ല, കൊള്ളത്തില്ല. പണ്ടൊരാൾ യോഗത്തിന് പ്രസംഗിച്ചു, സാക്ഷ്യമെല്ലാം പറഞ്ഞപ്പം വേറൊരാൾ പറഞ്ഞോ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ബാബു പറഞ്ഞു, ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാ, ഇന്നയാളാ, ഇന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാനത് പ്രസംഗം കേൾക്കാൻ പോയതാ ഒരു കേൾവിക്കാരനായിട്ട് വർഷങ്ങൾക്ക് മുമ്പാ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാ, ഇന്ന കുടുംബശ്രേഷ്ഠതയും മഹിമയും പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന പ്രായമുള്ളവരും പിന്നെ അവൻ്റെ അമ്മയുടെ അനിയത്തി മിണ്ടുന്നില്ല. ആ ഞാൻ പറഞ്ഞ നമ്മുടെ പലരുടെയും അല്ലെ കുടുംബത്തിന്റെ ആന്നേലും ചാർച്ചയുടെ ആന്നേലും നമ്മുടെ ആന്നേലും അധികം ചരിത്രം ഒന്നും വിളമ്പാതിരിക്കുന്നതാ നല്ലത്. ദൈവത്തിന്റെ മകൻ ഞങ്ങളുടെ പാപ്പച്ചാൻ പണ്ട് പേച്ചാൻ അറിയാം. പാപ്പച്ചൻ പറഞ്ഞു, എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അതാ നല്ലത്. പക്ഷേ കേട്ടിരിക്കാൻ പറ്റുന്നൊരു ചരിത്രമുണ്ട്, അത് യേശുവിന്റെ ചരിത്രമാണ്. യാതൊരു അപാകതകളില്ല, യാതൊരു ഊനമില്ല, യാതൊരു പോരായ്മയില്ലാത്ത നല്ല ചരിത്രം, നല്ല വർത്തമാനം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. അത് മറ്റൊന്നുമല്ല, അവൻ യേശുവിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷം കേട്ടാൽ രോഗശാന്തി ഉണ്ടാകും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ സ്വന്തം രോഗത്തെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും ഈ പന്തലിന്റെ കീഴിലോ ദൂരത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ ഈ സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ദൈവം നിനക്ക് രോഗശാന്തി തരും. രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, അല്ലെങ്കിൽ അവൻ ശരീരത്തിൽ കുടിയിരിക്കുന്ന രോഗബന്ധനങ്ങള് ഇന്ന് രാത്രി ഏടിച്ചു മാറ്റി, എന്റെ ഭാഷ പറഞ്ഞ രോഗാത്മാവിനെ ഇല്ലായ്മ വരുത്തി, രോഗപീഠങ്ങളെ ഉരുക്കി മാറ്റി ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്നതാണ് സുവിശേഷം. അനുഭവിക്കുന്നവരും വിശ്വസിക്കുന്നവരും കയ്യും കെട്ടി വായും കൂട്ടിയിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപൊളിയാ നിനക്ക് സൗഖ്യം. ഇന്ന് രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. രോഗിയായിട്ടായിരിക്കും വന്നിരിക്കുന്നത്, രോഗിയായിട്ടായിരിക്കും വീട്ടിലിരുന്ന് കേൾക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും.
സൗഖ്യമാക്കുന്ന ശക്തി. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം കേട്ടാൽ സമാധാനം ഉണ്ടാകും. കാരണം ഈ സുവിശേഷം സമാധാനമാണല്ലോ. അതുകൊണ്ടാണല്ലോ ദൂതന്മാര് ധ്യാനാരാമം നടത്തി അതിനുശേഷമായിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ത്തിന്റെ വിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ ഒന്ന് വായിച്ചു. ദൈവദാസനെ ഒന്ന് വായിച്ചു. ഞാൻ ഈ വാക്യം വേണേ ഞാൻ എടുക്കുന്ന വിഷയം കാണാതെ പറയാൻ ദൈവം ഇച്ചിരി തന്നിട്ടുണ്ട്. വാക്യങ്ങളൊക്കെ എടുക്കുന്ന വിഷയം വേറെ പുസ്തകം അറിയത്തില്ല. ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഉള്ള വാക്യം ഏറെക്കുറെ തിട്ടമുണ്ട്. പക്ഷെ ഇത് വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതിനകത്തുള്ളതാണ് അറിയണം. അതിനാ ഇന്നാളൊരുത്തം പറഞ്ഞ അയാൾ വായി വരുന്നതെല്ലാം പറയുമെന്ന്. അപ്പൊ അത് എന്നതാ പറയാനൊന്ന് വായിച്ചെങ്കിലല്ലേ അറിയാവുള്ളൂ. അയാൾക്ക് ബോധവും വെളിവും ഒന്നും അത് ഇച്ചിരി ശരിയാ. വായി വരുന്നതെല്ലാം വിളിച്ചു പോകുന്നു. അതെന്നാ വായി വരുന്നത്? വായിച്ചോ 2:8 മുതൽ വായിര്. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പുറവിൽ നടക്കുക. അപ്പോൾ ആട്ടിടയന്മാർ ആടുകളെ തീറ്റി അനന്തരം വിശ്രമിക്കുക. ആ സംഭവം ലൂക്കോസ് വളരെ വിശദമായിട്ട് എഴുതി. ഇനി ഒന്നുകൂടെ വായിച്ചോ 2:8 മുതല്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ആ ക്രിസ്തുവേശുവിന്റെ തിരുപ്പുറവി സുവിശേഷം യേശു ക്രിസ്തു അതാ അവിടുത്തെ വിഷയം. പിന്നെ അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും, സുവിശേഷം വന്നാൽ സുവിശേഷം കേട്ടാൽ നിന്റെ ഇരുട്ട് മാറും. കാരണം ആ സംഭവം രാത്രിയിലാണ് നടക്കുന്നത്. രാത്രി എന്ന് പറയുമ്പോ ഇരുട്ടാ. ഈ വേദപുസ്തകം പഠിച്ചാൽ ഇരുട്ട് 3 കാര്യത്തെ പ്രധാനമായിട്ട് വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. 1 ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, 2 ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു, 3 ഇരുട്ട് നരകത്തെ കാണിക്കുക. അങ്ങനെ ആ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. നമുക്കറിയാമല്ലോ കല്യാണ വീട്ടിൽ ചെന്നവനെ വസ്ത്രമില്ലാതെ ചെന്നത്. എല്ലാവരും കല്യാണത്തിന് വിളിച്ചു, ഇവനും ചാടിക്കേറി. ഒടുവില് രാജാവ് ഇവരെ ഒന്ന് കാണാൻ ഇറങ്ങി വന്നപ്പം ഒരുത്തൻ മാത്രം കല്യാണ വസ്ത്രമില്ലാതെ ഇരിക്കുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ തെറ്റിക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. അപ്പൊ ഇവന് ഇരിപ്പ് കണ്ടപ്പം ചോദിച്ചു, എന്ത് ചെയ്യാൻ ബ്രദറെ കല്യാണ വസ്ത്രം? അവൻ ചോദിച്ചു, ഇതല്ലേ എന്ന് ചോദിച്ചു. ഇതല്ല, വേറെ ഉണ്ട്. അതെവിടെ? വാതുക്കൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവൻ ചോദിക്കുക, ഏത് വാതുക്കൽ? അല്ല, ഇങ്ങോട്ട് കയറി വരുന്ന വാതുക്കൽ ആളിനെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, ഞാനത് കണ്ടില്ല. അപ്പൊ ചോദിച്ചു, ബ്രദർ എവിടെ നിന്നാ കയറി വന്നേ? ഞാൻ ഡൈവ് ചെയ്ത് വന്നതാണ്. ഇപ്പം പഴയ ജൂഡോയാ. ഞാന് മതിൽ ചാടി. എടാ, ഒറ്റ വാതിലേ ഉള്ളൂ ഇതിനകത്തോട്ട് കല്യാണശാല കയറാൻ. മഹാരാജാവ് വാതുക്കൽ ഇത് ചുമതലപ്പെട്ടവരെ നിർത്തിയിട്ടുണ്ട്. കാരണം ഈ പരിവക്കേടുകാരായി ഇപ്പം വന്നേക്കുന്നത്. ക്ഷണിച്ചവരാരും അവരാരും സമയത്ത് വന്നില്ല. അവരെല്ലാം എന്താ പറഞ്ഞെന്ന് നിങ്ങൾ പാടുന്ന പോലെ എനിക്കറിയത്തില്ല. തെറ്റ് കാണുന്നത് ക്ഷമിക്കണം. യേശുദാസ് എന്നെ സഹായിക്കണം. താളക്കണക്കൊന്നും അറിയാൻ മേല. പിന്നെ ഒരു താളത്തിൽ ഞാനങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പം എന്നെ സഹായിക്കണം. ദൈവത്തിന് മകത്വം. ഒടികടി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. ഒടികടി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുട്ടക്കുമ്പു കാളകളാൽ അവരെ നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുട്ടക്കുണ്ട് കാളകള അവരനു രാജാത്മജ വിരുന്നതിനി വരോ. രാജാത്മജ ഉപമയോ മകസാരം. രാജാത്മജ വിരുന്നതിനി വരോ.
അപ്പൊ രാജാവ് പറഞ്ഞൊരു കാര്യം, ക്ഷണിച്ചവനെല്ലാം ഒരുത്തൻ കാളയുടെ പുറകെ, ഒരുത്തൻ നിലത്തിന്റെ പുറകെ, ഒരുത്തൻ കല്യാണം കഴിഞ്ഞു. എന്നാൽ ക്ഷണിക്കാത്ത കുറെ പേരുണ്ടാവും, വാതിക്കലും വലത്തലക്കലും ഒക്കെ, അവരെ ഇനി പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ കൂട്ടത്തിലാണ് നമ്മളെല്ലാം വന്നത്. നിങ്ങൾ അംഗീകരിക്കത്തില്ല. ഇരിപ്പും പാപം കണ്ടിട്ട് രാജാവിനെ നിങ്ങൾ ക്ഷണിച്ച പോലെ ആയിരിക്കുന്നേ. അല്ല, ചിലതിൻ്റെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവും, വെള്ളപ്പൊക്കം വന്നിട്ടും കുറവ് വന്നില്ല. ആ കോവിഡ് വന്നിട്ടും അഹങ്കാരത്തിനൊന്നും കുറവ് വന്നിട്ടില്ല. ഇനിയും കുറവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഒരു കാര്യം പറയാ, ഒരു മയം വരുന്നില്ലല്ലോ. അപ്പൊ ക്ഷണിച്ചവരാരും വന്നില്ല, ക്ഷണിക്കാത്തവരെല്ലാം കയറി. അപ്പൊ കയറിയവരെ എല്ലാം ഒന്ന് കാണാനാ രാജാവ് ഒന്ന് പന്തിക്ക് വന്നത്. അപ്പൊ ഒരുത്തനെ കല്യാണ വസ്ത്രം നിങ്ങൾ പാടും പോലല്ല പാടുന്നത്, ഞാൻ പഴയ ട്യൂണിലാന്ന്, ക്ഷമിക്കണേ. രാജനോ വിളിച്ചു ചൊന്നു, സുപ്രവസ്ത്രം വിട്ടോ രാജവിരുന്നി കടക്ക പതിബന്ധു. രാജനോ വിളിച്ചു ചൊന്നു, സുപ്രവസ്ത്രം വിട്ടോ രാജവിരുന്നി കടക്ക പതിബന്ധു. നമ്മെ ഇവൻ നിന്നിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ, നമ്മെ ഇവൻ നിന്നിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ. നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചുട്ടോ. രാജാത്മജ വിരുന്നതിങ്കരോ, രാജാത്മജ വിരുന്നതിങ്കരോ. രാജാവ് പറഞ്ഞു, ഇവൻ എന്നെ നിന്ദിച്ചവനാ. ഞാനവിടെ വസ്ത്രം വെച്ചിരുന്നു, ഇവനൊന്ന് മേടിക്കാതെ ഇവൻ മതില് ചാടി വന്നവനാ. അങ്ങനെ മതില് ചാടി ഡൈവ് ചെയ്യുന്ന വന്ന ധാരാളം എണ്ണം ബന്ധുക്കോസിലുമുണ്ട്. അവന്റെ ആ ഇരിപ്പും നോട്ടവും എല്ലാം കാണുമ്പോൾ അറിയാം ഇവൻ നേരായ വഴി കൂടെ വന്നതല്ല, ഇവൻ ഡൈവ് ചെയ്ത് അങ്ങനെ വന്നവൻ കൈയടിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കത്തില്ല, വേറെ പുസ്തകം കൊണ്ടുവരികയില്ല, കൊണ്ടുവന്നാൽ തുറക്കത്തില്ല. ഇവൻ സഭയെ കിടന്ന് വഴക്കുണ്ടാക്കും, ഉപദേശിക്കെതിരെ കൊമ്പ് കോക്കി ഇവൻ കമ്മിറ്റി കൂടും, അടിയന്തര പ്രശ്നമുണ്ടാക്കും, കോടതി പോകും എന്ന് വേണ്ട ഇവനെല്ലാം ഡൈവ് ചെയ്ത് വന്നവൻ ഇവിടെയും കാണും. ഡൈവ് ചെയ്ത് കയറിയവനോടെല്ലാം രാജാവ് പറഞ്ഞു, ഇവൻ മതിലിയാടി വന്നതല്ലേ, അവനെ മതിലിൽ കൂടെ എടുത്തിട്ടാക്കാൻ പറഞ്ഞു. വന്ന വഴി ആ വരി ഒടുവിലത്തിനാ, പ്രത്യരവനെ വരിഞ്ഞു കെട്ടിവൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടിവൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്ക കൂടി, ഒട്ടുമട്ടി കാണാനുള്ള കൂടിനിട്ടിൽ തേടി, വെട്ടുനരകത്തിൽ തള്ളിയുള്ള ചോടി, ഒട്ടുമട്ടി കാണാനുള്ള കൂടിനിട്ടിൽ തേടി, കൂടിനിട്ട്. അത് പാപത്തെയും നരകത്തെയും പിശാചിനെയും കാണിക്കുക. ഞാൻ അധികം ദീർഘമാക്കുന്നില്ല, കർത്താവിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, പിശാചിനെ കാണിക്കുന്നു, നിത്യ നരകത്തെ കാണിക്കുന്നതാ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇരുട്ടിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളതാണ് സുവിശേഷം. ഇന്ന് രാത്രി നരകത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്. എന്നാ മോനെ, ഞാൻ പാടിയ തെറ്റിയോ? എനിക്ക് കണ്ടടിക്കുമോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളതാ സുവിശേഷം. പിശാചിന്റെ പിടിയിൽ നിന്ന് നിനക്ക് വിടുതൽ വരുവാൻ കഴിവുള്ള മാർഗമാ സുവിശേഷം. അയ്യോ, നിത്യ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള മാർഗം ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഇത് മറമാറ്റമൊന്നുമല്ല. എന്നാ സുവിശേഷം വന്നതല്ലേ ഇവിടുത്തെ സ്ഥിതിക്ക് മാറ്റം വന്നേ. നേരെ ജോബിന് തുണി കൊടുക്കാൻ പഠിച്ചത് സുവിശേഷം അല്ലേ? കാണായിരുന്നു നീ എന്നെ പേടിയാണോ?
ഓ, എന്നെ പേടിക്കാനാ? ഇത്ര നാളും ജീവിച്ച് ഇനിയിപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഇത്ര നാളും ജീവിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ആർക്കും ചിലരെ കൊണ്ടേ. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ ഇരുട്ട് മാറ്റും. വിദ്യ അഭ്യസിക്കുവാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. 4 അക്ഷരം കൂട്ടി വായിക്കുവാൻ, അന്തസ്സായിട്ട് ജീവിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ഒരു ദിവസം വലിയ യോഗമുള്ളപ്പോൾ ഇതെല്ലാം ഒപ്പിക്കണം, എല്ലാം പറയണ്ടായോ? നിങ്ങളുടെ ആരുടെയും കാര്യം പറയുന്നില്ല, എൻ്റെ കാര്യം പറയുക. എൻ്റെ വല്യപ്പന് ഇതുപോലെ പണ്ട് വെള്ളത്തുണി എടുത്തുകൊണ്ടൊന്നും നടക്കാനൊക്കത്തില്ലായിരുന്നു റോഡിൽ കൂടെ. ഈ മിത്രമഠത്തിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ. അവിടെ ഒന്ന് ആ വഴിയിൽ കൂടെ ഒന്നുമേ എൻ്റെ വല്യപ്പൻ്റെ അപ്പനെ ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടക്കാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു കാലമാണ്. കാരണം സാധുവർഗക്കാരാകുന്ന, അധസ്ഥിതരാകുന്ന, അധകൃതരാകുന്ന താഴേക്കിടയിലുള്ളവർക്ക് ആർക്കും, നായർക്ക് കീഴ്പോട്ട്, നായർ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. അവർക്ക് ഇത്ര അടി അകലമുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ പറയാം ഞങ്ങൾ പണ്ടേ വലുതാണ്. എന്റെ ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ. സ്തോത്രം. പേരും സ്ഥലമൊന്നും പറഞ്ഞില്ല. ഒരു സാധുവായ സ്ത്രീയെ ബ്ലൗസ് തയ്പ്പിച്ചു ഒന്ന് ഇടാൻ. അന്നത്തെ കാലമാണ്, ഇടാനൊക്കത്തില്ല. അതിന് ബ്ലൗസ് എന്നല്ല പറയുന്നത്, എന്തുവാ അരി, വേറൊരു പേരാ, റൗക്ക. എന്താ മൊബൈലിൽ കളിക്കുകയാണോ അതോ പാട്ട് തട്ടുകയാണോ? ഇത് കേക്ക് പക്ഷേ ഇത് ഗുണമുള്ള കാര്യമാണ്. റൗക്ക, ചുരിദാറല്ല, റൗക്ക. ചുരിദാറൊക്കെ ഇപ്പം വന്നതല്ലേ. അപ്പൊ റൗക്ക പഴയ അമ്മമാർക്കറിയാം. അത് എൻ്റെ വല്യമ്മച്ചി ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളില്. ഇപ്പോഴില്ല. അത് സെറ്റിപ്പനും ഒന്നും ബട്ടൻസും കുക്കുമില്ല. ഇത് കെട്ടുക ഇവിടെ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ടില്ലേ? നിങ്ങളെല്ലാം വിക്ടോറിയാരെ ഞാൻ അനിയത്തിയ റൗക്കായും അറിയാം. ചുമ്മാ ആ റൗക്ക നയിപ്പിച്ചിട്ട് എന്നാ കരി റൗക്ക ഈ റൗക്ക നയിപ്പിച്ചിട്ട് ഭർത്താവ് വന്നപ്പോ പറഞ്ഞു റൗക്ക നയിപ്പിച്ചു. അമ്മായിയമ്മ സമ്മതിച്ചില്ല. ഈഴവ കുടുംബത്തില ഇതിട്ടോണ്ട് വെളിയിലിറങ്ങാൻ മേല അന്നത്തെ കാലത്ത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, അത്ര താല്പര്യവും ആഗ്രഹവും അന്നെ മുറിക്കകത്തോട് ഇട്ടുകൊണ്ട് നടന്നോളാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ രസം തോന്നും ചിലർക്ക്. ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് റോഡിൽ കൂടെ നടക്കാൻ, സമൂഹത്തിന്റെ ഇടയ്ക്ക് ചെല്ലുവാൻ, വഴിയിൽ കൂടെ നടക്കുവാൻ അനുവാദമില്ല. അമ്മായിയമ്മ പേടിച്ചു പോയി, ചെയ്യരുതെന്ന് പറഞ്ഞു. ഭർത്താവ് രാത്രി വന്നപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ, മുറിക്കകത്തൂടെ നടന്നോളാൻ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെയുള്ള വല്ലാത്ത കാലമായിരുന്നു ഈ കേരളത്തിലും. അല്ലെ മൊത്തത്തിലേ അതിന് മാറ്റം വരുത്തി യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതൊക്കെ അറിഞ്ഞും കേട്ട് വരുന്ന ഇങ്ങനൊന്നും അല്ല സ്തോത്രം പറയേണ്ടത്. പിന്നെ ഈ മഴയും പിടിച്ചത്രയിലും ഒപ്പിച്ചല്ലോ വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. ആമേൻ. സുവിശേഷം വന്നതുകൊണ്ടാണ് ഇതിന് മാറ്റം വന്നത്. അപ്പൊ ഞാനതാ പറഞ്ഞു, എൻ്റെ വല്യപ്പൻ ഇതുപോലെ വെള്ളത്തുണി നിർത്തോണ്ട് ഒന്നും നടക്കാനൊക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ താണ്ട് ഇഷ്ടം പോലെ ഇത് ഒത്തിരി ഉണ്ട്. എന്നാളൊരാൾ ചോദിച്ചു എന്തിനാ ഇത്രയോ എന്തിനാണ്? ഞാൻ പറഞ്ഞു അതിൻ്റെ എല്ലാം കേട് തീർത്ത് നടക്കുക. പിന്നെ നിന്നെ അന്തസ്സായിട്ട് ജീവിക്കാൻ ഇടവരുത്തിയ സുവിശേഷം വന്നതുകൊണ്ടാണ്. മാനമര്യാദയ്ക്കായിട്ട് വസ്ത്രം ധരിക്കാനും 2 അക്ഷരം കൂട്ടി വായിക്കാനും അന്തസ്സായിട്ട് ജീവിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. വേറെ ഒരു മാർഗവും അല്ലതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തെ സ്നേഹിച്ച് സുവിശേഷത്തിന്റെ സാക്ഷികളാൽ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയരെ നെഞ്ചും നെറ്റിയും കൊടുത്ത് സുവിശേഷത്തിന്റെ സാക്ഷികളാകണം. ഭയപ്പെട്ടു പോകരുത്, പേടിക്കരുത്, ചങ്കലിക്കരുത്. പിന്നെ ഇപ്പോഴത്തെ വിഷയങ്ങൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്ന? കർത്താവ് പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിയുമോ മോനെ? എന്തോ പറഞ്ഞു? അവർ രണ്ടുപേരും ഏതാണ്ടൊക്കെ പറയുക. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇനി ശുശ്രൂഷിക്കും. യേശു പറഞ്ഞതല്ലേ നിങ്ങളെ ബലിപ്രക്ഷരാക്കും, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ അടിക്കും, നിങ്ങളെ ഉപദ്രവിക്കും. പേടിച്ചു പോകരുത്.
ഇന്ന് രാത്രി ജീവൻ കൊടുത്തും നീ സുവിശേഷത്തിന്റെ സാക്ഷിയായി നിൽക്കണം. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അന്തസ്സായിട്ട് ജീവിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇന്ന് രാത്രി ധൈര്യത്തോടെ ആ സുവിശേഷത്തിന്റെ വക്താവാണ്. സുവിശേഷം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇരുട്ട് മാറ്റും. നമ്മളൊരു പഴയ പാട്ട് പാടുകല്ലേ, വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ വെളിച്ചങ്ങൾ വീശുന്നു യേശുവിന്റെ സുവിശേഷം മാറുന്നു, ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ ഇവരെല്ലാം ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് പാടാൻ തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഇയാളെ പാടാനല്ലല്ലോ വിളിച്ചത്, അവരെല്ലാം പാടുന്നുണ്ടല്ലോ. എന്നാലും ക്ഷമിക്കണം, ഈ രണ്ട് ശീലം ഞാൻ പാടും, നിങ്ങൾ ക്ഷമിക്കണം. എന്നാളൊരു യോഗത്തിന് ഞാൻ പറഞ്ഞു പാടാൻ വയ്യെന്ന്, തൊണ്ട വയ്യെന്ന് പറഞ്ഞപ്പോൾ ഒരു വല്യപ്പൻ ചോദിച്ചു, ഇയാളെ പാടാനല്ലല്ലോ വിളിച്ചത്, പാടാൻ അവരുണ്ടല്ലോ, ഇയാളെന്ന് പറഞ്ഞു വെച്ച്. അല്ല, അങ്ങനത്തെ മൂപ്പിലാമാരും ഉണ്ട്. പിന്നെ എൻ്റെ തൊടിൽ പാട്ടും പ്രാർത്ഥനയും പ്രസംഗമൊക്കെയാണ്, വേറെ പരിപാടിയൊന്നും ഒന്നുമില്ല. പാട്ട്, പ്രാർത്ഥന, പ്രസംഗം ഇതൊക്കെയാണ്. പ്രസംഗം അത്ര മെച്ചമൊന്നുമില്ല, കേട്ടിരിക്കാൻ എല്ലാവർക്കും ഒന്നും തൃപ്തി വരികയല്ല. എന്നാലും നിങ്ങൾ സഹിച്ചിരിക്കുന്നല്ലോ. ഇന്ന് 10 വരെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്, നോക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ഇരുട്ട് മാറ്റും, നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റും. എത്ര കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റി. വെച്ചകഞ്ഞ് കുടിക്കാതെ പോലെ മദ്യപിച്ചും ലഹരിക്ക് അടിമപ്പെട്ട് അരിയാൻ തല്ലി, ആമൻ ചട്ടിയും കല്ലവും തല്ലി പൊട്ടിച്ചു, ഓരോടത്ത് തെക്കോട്ട് പറഞ്ഞു, കൊച്ചുങ്ങൾ മേടിച്ച് അപ്പുറത്തെ വീട്ടിലും ചെന്ന് കയറി എന്തെല്ലാം വൈതരണി ഉണ്ടാക്കിയ എത്ര കുടുംബത്തിലെ വ്യക്തികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആമൻ സമുദായത്തിനോ സഭയ്ക്കോ സംഘടനയ്ക്കോ ഒരു കുന്തത്തിനും വിടുവിക്കാതിരുന്നപ്പോൾ ഈ സുവിശേഷം അകത്തോട്ട് കയറി. ഈ സുവിശേഷത്തിന്റെ സത്യവചനം വിശ്വസിച്ച് ആമൻ പോലീസിന്റെ ലാത്തിക്കോ തത്വ സംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ അദ്വൈതങ്ങൾക്കോ മറ്റ് യാതൊന്നിനും ഒരു മനുഷ്യനെ രൂപാന്തരം വരുത്തുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ നിർമ്മല സുവിശേഷം അകത്തോട്ട് വന്ന് യേശുവിന്റെ സുവിശേഷം കൈകൊണ്ട് കഴിഞ്ഞപ്പോൾ മദ്യപാനം നിർത്തി, ആടിയും ബഹളമെല്ലാം നിർത്തി. എത്ര കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റി. ഈ പ്രാന്തനാട് ഇരുട്ട് മാറ്റി എത്ര കുടുംബങ്ങളുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ കുടുംബത്തെ അന്ധകാരം പിടിച്ച് കുഴച്ചു കഴിഞ്ഞപ്പോൾ അതിന് വിടുവിച്ചത് ഈ സുവിശേഷം വന്നതുകൊണ്ട്. അതുകൊണ്ട് എന്റെ സ്നേഹിത, സുഹൃത്തെ, പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. കൂടെ പറയാം, മതം മാറ്റുകയല്ലെന്ന, മതമൊന്നും മാറ്റുക. എന്തിനാ മതം മാറ്റുന്നത്? സ്തോത്രം, സുവിശേഷം പറയുക. പിന്നെ ഞങ്ങൾ ആരെ നിർബന്ധിച്ച് ഇതിനകത്ത് ആക്കത്തില്ല. പറയുന്നെങ്കിൽ ഇന്ന് ശരി തെറ്റെന്ന് പറയും, ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. ഇതിനകത്ത് ഒന്നും തരാമെന്നും പറഞ്ഞ് ഞാൻ വന്നിട്ടിപ്പോൾ 35 കൊല്ലമായി. എനിക്ക് വല്ലതും തരാമെന്നും പറഞ്ഞൊന്നും അല്ല എന്നെ കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നതല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. സ്തോത്രം. അങ്ങനെ ആരാലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരാണെന്ന് ഗവൺമെന്റിനോട് പോയി പറഞ്ഞോണം. അതിനവന് നിയമം വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പറയാം വീട് വെച്ച് തരാം, മോളി പിന്നെ ബാത്റൂം പണിത് തരാം, രാധെ പിന്നെ രാധയ്ക്ക് ബാത്റൂം പണിത് കൊടുക്കുന്നതാണ് സുവിശേഷം. തങ്കമ്മയ്ക്ക് 5 കോടിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ് സുവിശേഷം. ഒരു വെണ്ണാടും ഒരു മുത്താടും എന്തിന്? ഇത് ആടിനെ കൊടുക്കുന്നതും കോഴിയെ കൊടുക്കുന്നതും വീട് വെച്ച് കൊടുക്കുന്ന മാർഗമല്ലെന്ന് നിന്റെ രക്ഷയുടെ ദൂതായത്. നീ നിത്യനരകത്തിൽ പോയി അവൻ സ്വത്ര യാതനാജനത്തിൽ കിടക്കാതിരിക്കാൻ നീ രക്ഷപ്പെടാൻ തരുന്ന മാർഗമാണ് സുവിശേഷം. അതാരെ നിർബന്ധിച്ചല്ല, സമ്മർദ്ദം ചെലുത്തി ഒന്നുമല്ല, മോഹന വാഗ്ദാനം ഒന്നും തന്നല്ല. അത് തന്നെത്താൻ തീരുമാനിക്കണം. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. ജീവിതത്തിന്റെ അന്ധകാരത്തിന് അവനത് പരിപൂർണ്ണ വിടുതൽ തന്ന മാർഗമാ സുവിശേഷം. ആ സുവിശേഷം ഇന്ന് രാത്രിയും ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ മുടങ്ങുന്നതോർത്ത് ദൈവത്തിന് മഹത്വം. അതേ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നത് ആ സുവിശേഷം. ഒരു പ്രകാശം ഉണ്ടായി. അടുത്ത വാക്യം വായിച്ചോ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ എടുക്കുന്നില്ല. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ സുവിശേഷം ഭയം മാറ്റുന്നതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാണ്.
മരണത്തെ ഭയം, രോഗത്തെ ഭയം, ലോകത്തെ ഭയം, പ്രകൃതി ശക്തികളെ ഭയം, ഇരുട്ടിനെ ഭയം. ആമേൻ, സ്തോത്രം. രാഷ്ട്രീയക്കാരെ ചിലർക്ക് പേടി, ചിലർക്ക് പ്രത്യേക രാഷ്ട്രീയക്കാരെയൊക്കെ പേടി. അയ്യോ, അവരുള്ള ഏരിയയാണ്, അതുകൊണ്ട് ആരും ജീവിക്കണ്ടായോ? അവരുള്ള എടപ്പോട്ട ഉന്നതന് മീതെ ഒരു ഉന്നതൻ, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാണ്. ഇഷ്ടമുള്ളവരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാണ്. ദൈവം അറിയാതെ ഒന്നും ചലിക്കത്തില്ല. അപ്പൊ ഞാനും നിങ്ങളെ ചെയ്യേണ്ടത് മുട്ടാലിരിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമക്കൾ മുഴങ്കാലും മേലിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഭയമാണ്. ചെല്ലു പറയത്തില് നമ്മൾ അവിടെ ഒന്നും സുവിശേഷം പറയരുത്, അവരുണ്ടെന്ന്. ആര്? എല്ലാരും വേണം, എല്ലാരും എല്ലായിടത്തും വേണം. എല്ലാവർക്കും അവനവൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കർത്താവിന് മഹത്വം. സുവിശേഷം ഭയം മാറ്റുന്നതാണ്. വേറെ പുസ്തകത്തിൽ എത്രയോ പ്രാവശ്യം എഴുതി, ഭയപ്പെടേണ്ട. നമ്മുടെ ഭയം മാറ്റും. അതവിടെ ഭയപ്പെടേണ്ട. മാത്രമാണോ സുവിശേഷം സന്തോഷം തരുന്നതാണ്. സർവജനത്തിൽ ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ആ സന്തോഷം ലോകം തരുന്ന സന്തോഷമല്ല. അതിന്റെ ഒരു അലങ്കാര ഭാഷയിൽ സങ്കീർത്തനക്കാരൻ പാടി, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ആ സന്തോഷം ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നതാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ. ആ സന്തോഷമുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തിയ അത്തിവൃക്ഷം ചിലപ്പോൾ ഫലം തന്നെന്ന് വരികയില്ല, മുന്തിരിയിലും ചിലപ്പം ഫലം കണ്ടെന്ന് വരികയില്ല, ഗോശാലകളിൽ കന്നുകാലിയും ഉണ്ടെന്ന് വരത്തില്ല. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് ആനന്ദിക്കാൻ വകയുണ്ട്. യേശു നമ്മുടെ പാപം മോചിച്ചു, യേശു നമ്മെ രക്ഷിച്ചു. കർത്താവ് അങ്ങനെ പറഞ്ഞത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലൊന്നും അല്ല. നിങ്ങളുടെ പേര് യേശുവേ, നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമം എഴുതി ആരും ഭാഗ്യം എൻ സന്തോഷം ആരും സന്തോഷിക്കും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതാ സുവിശേഷം. അത് ആ ഭാഗം ഒന്ന് വിടുകയാ ഓടിച്ച്. എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാം. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാലുള്ള ഗുണങ്ങൾ എന്നാന്ന് 3 കാര്യം ഉറപ്പിച്ച്. 1, ഇരുട്ട് മാറും. 2, ഭയം മാറും. 3, നിത്യ സന്തോഷം ലഭിക്കും. ആ സുവിശേഷം കേട്ട് എത്രയോ പേർക്ക് ഇതെല്ലാം സ്വായത്തമാക്കി. എല്ലാവരും കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. അധികം വിവരിക്കുന്നില്ല. സുവിശേഷം വന്നു കഴിഞ്ഞാൽ, സുവിശേഷം കേട്ടാൽ, സുവിശേഷം അംഗീകരിച്ചാൽ, സുവിശേഷത്തെ ഏറ്റെടുത്താൽ നടക്കുന്ന സംഭവങ്ങൾ
വാക്യങ്ങൾ എടുത്തു വായിപ്പിക്കുന്നില്ല, സംഭവം അറിയാതുകൊണ്ട് ആ ഭാഗം അങ്ങ് പറഞ്ഞു വിടുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ് ആമേൻ ആദിമ സഭയുടെ ആരംഭ സമയത്ത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽപ്പതിഞ്ഞ് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. വന്നവർക്കെല്ലാം അത്ഭുതവും അതിശയവും ചിലർ അതും ഇതുമൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ പത്രോസ് അംഗിച്ചില്ല. പത്രോസ് എഴുന്നേറ്റ് സുവിശേഷം അറിയിച്ചു. അതല്ലയോ 2-ാം അധ്യായത്തിന്റെ 22 അല്ലയോ ദൈവദാസനെ, 2:22. ആദ്യം അതിന്റെ 37 എന്ന് വായിച്ചു. 37 സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? 37 2:37 വലത്തുവശത്ത് മേളില്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ ഇത് കേട്ടു എന്നതാ കേട്ടതാ? ഇത് കേട്ടത് എന്നാ 22 മുതൽ വായിച്ചു. ഇടത്ത് വശത്ത് താഴെ, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ, നിങ്ങൾ തന്നെ അറിയും പോലെ, നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച, യേശുക്രിസ്തുവിനെ പറ്റിയാ പറയുന്നത്, ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ, നല്ല പുരുഷനായ യേശു. ആമേൻ. ഒരു ഊനവുമില്ല, അപാകതയില്ല. ഈ എഴുത്തച്ഛന് 24 വൃത്തത്തിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. 24 വൃത്തം, അതിനകത്ത് ഒരു പദമുണ്ട്. വെൺമതി കലാവരുണനംബിക ഗണേശൻ നിർമ്മല ഗുണാഗമല, അങ്ങനെ പ്രയോഗമുണ്ട്. നാൻമുഖനു ആശക വിമാത ഗുരുഭൂതർ നന്മകൾ വരുത്തുക നമുക്ക് ചൊല്ലിയിട്ടുണ്ട്. ഉത്തമ പുരാണ പുരുഷന്റെ ചരിതാനാം ഉത്തമമിതാതിലേക്ക് നായക ചരിത്രം. അപ്പൊ ഉത്തമ പുരാണ പുരുഷൻ എന്നാ ഇവിടെ വായിക്കുന്നത്. സാക്ഷാൽ ഉത്തമ പുരാണ പുരുഷൻ നസറയനാകുന്ന യേശു. ഞാൻ തൊടുകയ്ക്ക് ഒരു പാട്ട് പാടിയത് അതിനകത്ത് തന്നെയാണല്ലോ പ്രയോഗം. ഒന്നുകൂടെ പറവന്ന് വായിച്ചോ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി, നല്ല പുരുഷൻ, കാണാൻ കൊള്ളാവുന്ന പുരുഷൻ, കണ്ടിരിക്കുന്ന പുരുഷൻ, കേൾക്കാൻ കൊള്ളാവുന്ന പുരുഷൻ, അനുഗമിക്കാൻ കൊള്ളാവുന്ന പുരുഷൻ, ആരാധിക്കാൻ കൊള്ളാവുന്ന പുരുഷൻ, സേവിക്കാനും സ്നേഹിക്കാനും കൊള്ളാവുന്ന പുരുഷൻ, സ്നേഹിക്കുന്ന പുരുഷൻ, അത് മറ്റാരുമല്ല നസറയനാകുന്ന യേശുക്രിസ്തു. ആമേൻ. സേവിച്ചവരെ ആർക്കും ഒരു ദോഷം വന്നിട്ടില്ലല്ലോ. സ്നേഹിച്ചവരെ ആരും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. പിൻഗമിച്ചവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ലല്ലോ. നല്ല പുരുഷനായ യേശുക്രിസ്തു. വായിച്ചോ. യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിലാനും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണഭാഷങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്ന സാധ്യമായിരുന്നു. മരണം പിടിച്ചു വെക്കുന്ന സാധ്യമായിരുന്നു. മരണത്തെ ജയിച്ച നസറയനാകുന്ന യേശു. ആദിമസഭ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പത്രോസ് ഇതാ എഴുന്നേറ്റ് പറഞ്ഞത് സുവിശേഷം യേശുവിനെ പറ്റി. അവിടുത്തെ ജനനം, ജീവിതം, ശുശ്രൂഷ, അവിടുത്തെ തിരുമരണം, അടക്കം, ഉയർപ്പ്. പത്രോസ് അടുക്കടുക്കായിട്ട് അങ്ങോട്ട് പറഞ്ഞു സുവിശേഷം. ഈ സുവിശേഷം പറഞ്ഞു. അതെ, ഇനി 37-ാം വാക്യം. ഇത് കേട്ടിട്ട് സുവിശേഷം കേട്ടവര്, സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം. ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അടുത്തത് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടാൽ ആദ്യം നടക്കേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം എന്തുവാ? മാനസാന്തരം നേരത്തെ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതെല്ലാം വിട്ടു, ഒരു പുതിയ മാന്താവിലേക്ക് പ്രവേശിച്ചു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തിരിഞ്ഞു വരണമെന്ന് അതാ മാനസാന്തരം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, സമയത്തെ കൂടെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ പത്രോസ് സുവിശേഷം പറഞ്ഞു, നസറയനാകുന്ന യേശുവിനെ പറ്റി പറഞ്ഞു. ആ സുവിശേഷം കേട്ടപ്പോൾ കുത്തുകൊണ്ടു. ചോദിച്ചെന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പം ശരിക്കും സുവിശേഷം കേട്ടാ സ്തോത്രം. പഴയതെല്ലാം വിട്ടു, പഴയതെല്ലാം ഉപേക്ഷിച്ചു. കണ്ടാലും സകലതും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. സുവിശേഷം ശരിക്കും കേട്ട മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ രണ്ടാമത് സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ 7 പേരെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തു, മേശമേൽ ശുശ്രൂഷിക്കാൻ. അതിലൊരാളാണ് ഫിലിപ്പോച്ചനെ. നല്ല സാക്ഷ്യമുള്ളവരാ, പരിശുദ്ധാത്മാവുള്ളവരാ, ജ്ഞാനമുള്ളവരാ. ഒരിക്കൽ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. പുള്ളി ഓടി
ചെന്നപ്പോൾ തേരും ഒക്കെ വരുന്നു, രഥം വരുന്നു. ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് കിടന്ന് നോക്കിയപ്പോൾ അതിലൊരാൾ വായിച്ചുകൊണ്ടിരിക്കുക. ചാടി കയറാൻ പറഞ്ഞു, കയറി. പുള്ളി ഇങ്ങനെ വായനയാണ്. ചിലരങ്ങ് വായിക്കുന്നതേ ഉള്ളൂ, ഒന്നും ഗ്രഹിക്കുന്നില്ല. മുഴുവൻ അങ്ങ് വായനയാണ്. വായിക്കുക, ഒന്നും ഗ്രഹിക്കുന്നില്ല. അപ്പൊ ചോദിച്ചു, പുള്ളി വായിച്ചുകൊണ്ടിരിക്കും, എന്തുവാ വായിക്കുന്നത്? അപ്പം പിന്നെ തിരുവഴുത്താ വായിക്കുന്നത്, തോൾ ചുരുള. ഏത് ഭാഗമാ? യശയ്യാവ്. ഇപ്പം വായിക്കുന്നത് എവിടാ? അറക്കാനുള്ള ആടിനെ പോലെ, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. ആ ഭാഗമാ വായിക്കുന്നത്. അപ്പൊ പീലിപ്പോച്ചൻ ചോദിച്ചു, ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു, ഓ എങ്ങനെ ഗ്രഹിക്കാൻ, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. എത്രയോ കൊല്ലമായിട്ട് വായനാ ഭാഗം തന്നെ ഉണ്ട്, അങ്ങ് വായിക്കുക. അപ്പൊ ചോദിച്ചു, വായിക്കുന്നതെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരാൾ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ. അപ്പോൾ പൊരുൾ തിരിച്ചു, പീലിപ്പോച്ചനെ പൊരുൾ തിരിച്ചു കൊടുത്തു. അവിടെ ഒരു ഭാഗമുണ്ട്, ഈ തിരുവഴുത്തെ അടിസ്ഥാനമാക്കി സുവിശേഷം 35 വായിര്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി, ഫിലിപ്പോച്ചൻ ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കണ്ടോ? യേശുവിനെ പറ്റി സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ് തേര് മുമ്പോട്ട് പോയപ്പോൾ വെള്ളം. അപ്പം ഷണ്ണനെ പീലിപ്പോച്ചനോട് പറഞ്ഞു, അച്ഛാ വെള്ളം. ചോദിച്ചാൽ ദാഹിക്കുന്നോ? ഇല്ല, ദാഹിക്കുന്നില്ല. പിന്നെ എന്നാ, കുളിക്കണോ? ഇല്ല, കുളിയും ദേവാലയമൊക്കെ കഴിഞ്ഞതാ. പിന്നെ എന്നാ, ജീവൻ പോകാൻ പോവാന്നോ? അങ്ങനെയാണല്ലോ. വെള്ളം വെള്ളം. ഇതിനൊന്നുമല്ല, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞേ? മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. ആളെയെല്ലാം കൂടെ കൂട്ടി തട്ടിക്കൂട്ടിയാച്ച സ്വോത്രകാഴ്ച മേടിച്ച് പിരിച്ചു കിടക്കുകയല്ല. നീ തീർത്ത് കാര്യം പറയണം. ഇല്ല, അതിന്റെ അടിച്ചില് കൈ വളർത്തും. ഇനി അധികം സമയമൊന്നും കാണുകയല്ല. സാഹചര്യം എല്ലാം അല്ലാതെ വരിക. എന്റെ സഹപടന്മാരോട് ഞാൻ പറയാം, ചുമ്മാ ഒപ്പിച്ച് വിടരുത്. കാര്യം ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുള്ളവർ കൈ തന്നാ മതി, ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. പക്ഷെ ഇതാണ് നിന്റെ സത്യം. പീലിപ്പോച്ചൻ ചിന്തിച്ച് ഇവൻ ധൈര്യം നിറക്കി വിട്ടാൽ ഇത് കാര്യം പറയും. എടാ, ധൈര്യം നിറക്കി വിട്ട് ആത്മാവ് വന്ന് നിന്നെ പൊക്കിക്കൊണ്ട് അസ്തോതി കൊണ്ടുപോവുകയല്ലേ? ദൈവം നിന്നെ കൈവിടുവോ? എന്നോട് ചെല്ലി പറയാം, അച്ഛാ ഇങ്ങനൊന്നും പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെയാ പറയണ്ടേ? എടാ, തീർത്ത് കാര്യം പറയണം. നാളെ പറയാൻ പറ്റുമെന്ന് ആരറിഞ്ഞു? നാളെ കേൾക്കാൻ അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദൈവം നിനക്ക് നല്ല അവസരം തരിക. നന്നായി മണിയിടാം എന്നാലും എന്നും നീ ഓർക്കാതെ, നന്നായി പണിയിടാം എന്നാലും എന്നും നീ ഓർക്കാതെ, മണ്ണായി മാറും അഴകേറും നിന്നെ, മണ്ണായി മാറും അഴകേറും നിന്നെ, നിർണയമൊരു നാളി നീയതു മറക്കാതെ, ആനന്ദമേറും ജീവകാലം മറയും നിഴൽ പോലെ, നീയതു മറക്കാതെ. ഇന്ന് രാത്രി ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. ഷണ്ണൻ ഈ തിരുവെടുത്ത് വായിച്ചു, പീലിപ്പോച്ചൻ ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. സ്നാനത്തെ പറ്റി പറഞ്ഞെന്നൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ സുവിശേഷത്തിനകത്ത് സ്നാനം ഉണ്ട്. അവിടെ പീലിപ്പോസ് സ്നാനത്തെ പറ്റി ക്ലാസ് എടുത്തൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ സുവിശേഷം പറഞ്ഞപ്പോൾ അതിനകത്ത് സ്നാനമുണ്ട്. എങ്ങനെ ചിലക്ക് ഇപ്പോഴും വെളിവില്ല എങ്ങനെ സ്നാനപ്പെടുന്നത്. എൻ്റെ തങ്കമ്മയെ സ്നാനപ്പെടുന്നത് സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങണം, അല്ല കരയ്ക്ക് നിന്ന് മൊന്തയ്ക്ക് തളിക്കൊന്നുമല്ല.
മന്ദയ്ക്ക് കളിക്കോ മോന്തയ്ക്ക് കളിക്കോ അല്ല. എന്നെ നിങ്ങൾ ഇങ്ങനെ ഞാൻ കറക്റ്റ് അല്ലേ പറയുന്നേ? നിങ്ങളിത് പണ്ട് ഞാൻ പുള്ളിയെ മുഴുവൻ തെറ്റിച്ചാണല്ലോടാ എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുവോ, അംഗീകരിക്കുവോ അംഗീകരിക്കാതെ ഞാൻ അവരവൻ തീരുമാനിച്ചോണം. പക്ഷെ ഇതായിരുന്നു എന്റെ പ്രമാണം. അതിന് മാതൃക യേശു കാണിച്ചു തന്നു. വെളിവില്ലാത്തവർ ഒത്തിരി കാണാൻ അതിനാ വെളിവുള്ള ദൈവം അത് കാണിച്ചു തന്നു. ജോർജ് കുട്ടി ഇങ്ങനാന്ന് യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു അവൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു അവൻ. നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. കൊള്ളിച്ചു മുണ്ടടിഞ്ഞ കൊല്ലങ്ങാകയാവ്. കൊള്ളിച്ചു മുണ്ടടിഞ്ഞ ശക്തിവാൻ നാഥനരുളി തന്നിലെന്നും. പുതിയ ശക്തി നൽകാൻ നാഥനരുളി തന്നിലെന്നും. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ പ്രാണതി കല്ലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുമേ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുമേ. നിമജ്ജന സ്നാനമാണ്, മുടികൾ സ്നാനമാണ്. പ്രായമുള്ളവരെ മുക്കാൻ വേദപുസ്തകത്തിൽ തെളിവില്ല, വ്യവസ്ഥയില്ല. പിള്ളേരെ മുക്കാനും വ്യവസ്ഥയില്ല. വിശ്വസിക്കുന്നവരെ ദൈവത്തിന് മഹത്വം. ചങ്ങനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷത്തിനകത്ത് മുടികൾ സ്നാനമുണ്ട്. അതുകൊണ്ടാണ് വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ചണ്ണൻ പറഞ്ഞ വെള്ളം ഇതാ വെള്ളം. എന്റെ ഭാഷയാ, ഞാൻ ഇങ്ങനെ പറയാ. ഫിലിപ്പോച്ചൻ പറഞ്ഞു കാണും വെള്ളമൊക്കെ പല സ്ഥലത്തും കാണും, നിനക്കെന്നാ? നീ വിശ്വസിക്കുന്നോ? പെട്ടെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നു. എങ്കിലാകാം. വിശ്വസിക്കുന്നവരെ അമുക്കുന്നേ. നീ പൂർണ്ണ ഹൃദയത്തോടെ പണ്ട് വാടക്കൂട്ടത്തിൽ അപ്പച്ചനെ മുക്കിയോ എം വി വർഗീസ് അപ്പച്ചനെ മുക്കി പുള്ളി കയറി ചോദിച്ചു സൂക്കാടെല്ലാം തീർന്നല്ലോ എന്ന്. അയാൾ വീട്ടിലോട്ടും പോയി. സൂക്കാട് തീർക്കുന്നതാണോ സ്നാനം? തിരുമൂലവരം ജോർജ് കുട്ടിച്ചാനെടുത്തിനെ മുക്കി വെച്ചപ്പോൾ അവനുണ്ടായിട്ട് അക്കരയ്ക്കങ്ങ് പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നാ നീർക്കാൻ കൂടി ഇട്ട് പോയപ്പോ ഒന്ന് നോക്കണ്ടേ? ഇത് സൂക്കാട് തീർക്കുന്ന മാർഗമല്ല, ഉണ്ടയിടാനുള്ള മാർഗമല്ല. യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ. ഭൂമിയിൽ സാക്ഷി പറയുന്ന 3 പേരാ. ആത്മാവും രക്തവും ജലവും ദൈവത്തിന് മഹത്വം. അവിടെ ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. നിർബന്ധിച്ചൊന്നുമല്ല, സമ്മർദ്ദം ചെലുത്തിയല്ല, പരപ്രേരണ കൊണ്ടല്ല. സ്വയമായിട്ടാ തീരുമാനിക്കണ്ടേ. അത് ദൈവത്തോടാ തീരുമാനം എടുക്കുന്നത്. സ്തോത്രം. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം, സുവിശേഷം കേട്ടാൽ സ്നാനം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വിട്ടേക്കാം. പത്രോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി നല്ല ഉദ്യോഗസ്ഥനാ കൊർന്നല്യോസ്. അപ്പൊ പുള്ളിക്ക് ദർശനമൊക്കെ ഉണ്ടായി. പത്രോസിനെ വിളിച്ചുകൊണ്ട് വരണം. പത്രോസിന് കുപ്പട്ടിയുടെ ദർശനമുണ്ടായി. ഒരാൾ വായിച്ചു പത്രോസിന് തീപ്പെട്ടിയുടെ ദർശനം ഉണ്ടായിരുന്നു. സ്പീഡ് വായിച്ചതാ. അപ്പൊ പ്രസംഗിച്ച് പ്രത്യേകിച്ച് സൗകര്യം വായിക്കാൻ. അപ്പൊ വേറെ ആൾ വായിച്ചു തേപ്പോട്ടി. അപ്പൊ ഈ തീപ്പട്ടിയും തേപ്പോട്ടി ഒന്നല്ല, തുപ്പട്ടി. പിന്നെ അപ്പൊ തുപ്പട്ടിയുടെ ദർശനം ഉണ്ടായി. സകല ആൾക്കാർ ഇടജാതി എല്ലാം കൂടെ മേളിൽ ഇറങ്ങി വരിക. ഈ വാക്യം വെച്ചുകൊണ്ടുള്ള മുഴുവൻ ക്രിസ്ത്യാനികളുള്ള മൂരിക്കാള്, ഏട്ടക്കൂരി ഉള്ള പന്നി പാമ്പ് എല്ലാം അറിഞ്ഞങ്ങ് തിന്നുക. എന്നാ പത്രോസിനെ കാണിച്ചു കൊടുത്തല്ലോ. എടാ പൊട്ടാ, പത്രോസിനെ കാണിച്ചു കൊടുത്ത നീ പന്നിയെ തിന്നാനാണോ പെരുമാമനെ തിന്നാനാണോ?
ഒരുത്ത പറഞ്ഞ് കണ്ടം പൂച്ചയെ തിന്നു. കേസാ കേട്ടോ. ആ, വേറെ എന്തെല്ലാം നിനക്ക് തിന്നാൻ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ. ഞാൻ തമാശ പറഞ്ഞതല്ല. ആ പോട്ടെ. ഈ തുപ്പട്ടി ഇറക്കി കാണിച്ചത് എടാ ഇതിനകത്ത് അയിത്തം പാടില്ല. അതിനാ ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നരുത്. ക്രിസ്ത്യാനിക്കല്ല ഈ വെളിവുണ്ടോ? നല്ല മനുഷ്യരുണ്ട്, അതെല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, പാണ്ഡനാട്ടിലും ഉണ്ട്. കോഴ തെറ്റിയവന്മാരും ഉണ്ട്. എന്നാ ജോൺസനെ തെറ്റിയോ ഞാൻ പറഞ്ഞേ? എന്തുവാ പറഞ്ഞേ? ഒടുവിൽ പാടുന്ന പാട്ട് ഏതാണോ? അതാണോ പറഞ്ഞേ? തുപ്പട്ടിയുടെ കാര്യമാണ്. ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നരുത് എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകാൻ ഇയാൾക്ക് അല്പം വൈമനസ്യം ഉണ്ടാകും. അതിന് ദൈവം ദർശനം കാണിച്ചതാണ്. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല. അല്ല, ഇടയ്ക്ക് അത് പറയാതിരിക്കാനൊക്കെ തന്നെയല്ലോ. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകത്തില്ലല്ലോ. പോയാൽ ഇവനും പെമ്പളും കൂടെ പുറകിൽ പോയി പമ്മി ഇരുന്നേച്ച് ആശീർവാദത്തിന് മുന്നേ കണ്ണ് കാണിച്ചു കാറ കയറി നിന്റെ സകല വെള്ളത്തിലും ദൈവം കണ്ടോണ്ടിരിക്കുക. ആ, നീ എന്നിട്ട് സഭ വന്ന് അരച്ചു എങ്ങനെ വാദപ്പനിയോ? എടാ, ജീവിക്കുമ്പോ ചൊവ്വനെ ജീവിക്കണം. ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നരുത്. അതിനാണ് ദർശനം കാണിച്ചു കൊടുത്തത്. എന്തിനേറെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പത്രോസ് കൊർന്നല്യോസിനെ ഭവനത്തിൽ ചെന്നു. കൊർന്നല്യോസ് പറഞ്ഞു, വന്നത് ഉപകാരം. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പത്രോസ് തിരുവചനം അങ്ങോട്ട് പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. സുവിശേഷം അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. 44-ാം വാക്യം വായിച്ചേ. 10:44 വലത്തുവശത്തെ കണ്ണിക തുറക്കുന്നിടത്ത് വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ സുവിശേഷം വചനം ഇത് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ, വചനം കേട്ട സുവിശേഷം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്നതും അന്യഭാഷയും പ്രവചനവും ഈ ആത്മനിറവ് പെന്തിക്കോസുകാരുടെ കുടുംബ സ്വത്തല്ല, ഇത് ദൈവത്തിന്റെ താരമാണ്. അമേരിക്കയിൽ കൊണ്ടുവന്നാണോ അന്യഭാഷ? അത് വന്നു 3 ഭായി അന്യഭാഷയായിട്ട് വന്നു. മേടാത്തോമാച്ചന്റെ കുടുംബ സ്വത്താണോ അന്യഭാഷ? കുഞ്ഞുമച്ചന്റെ കുടുംബ സ്വത്ത് കുഞ്ഞുമച്ചൻ ഭാഷ ഏജിയുടെ. ഓ, എന്റെ ജെയിംസ് ഭാഷ. ആ, അടപ്പനാകണ്ടത്തിൽ ഏച്ചി. ആ, അത് തന്നെ മോൻ ഏജി അല്ലയോ? ആ, പക്ഷെ പോളിന്റെ കുടുംബസ്ഥത്താണോ ഉപയോഗിച്ച അന്യഭാഷ? വെച്ചാൻ പോയി മൂല വയ്ക്കുന്നേ. ആ, മണക്കുന്നേലാണോ അന്യഭാഷ? അല്ല, ഇത് മേടയിലെ മണക്കുന്നേലെ ഒന്നുമല്ല. ഞങ്ങളുടെ ജയ്സ് ഭാഷയുടെ അച്ഛന്റെ കുടുംബസ്ഥത്താണോ അന്യഭാഷ? കേട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ദൈവത്തിന്റെ താരമാണ്. ഇത് ഒരു സഭക്കാരുടെ അല്ല, IPC-കാരുടെ കുടുംബത്വത്തല്ല, AG-യുടെ കുടുംബത്വത്തല്ല, TPM-ന്റെതല്ല, ചാരോ ഒന്നുമല്ല, കത്തോലിക്കന്റെ, യാക്കോബക്കാരന്റെ, മാർത്തോമക്കാരന്റെ, ഇവാഞ്ചലിക്കക്കാരന്റെ ഒന്നുമല്ല. ഇത് ദൈവത്തിന്റെ താരമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം കേട്ടാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും, അന്യഭാഷകളിൽ സംസാരിക്കും. അത് വിലക്കരുത്. ദൈവത്തിന് മഹത്വം അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷം കേട്ടാൽ മാനസാന്തരം, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും, സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ ദേശത്ത് നടക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇങ്ങനെ ഈ സുവിശേഷത്തെ പറ്റി 2 വാക്ക് പറയാം. ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തി നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ തലമുനിക്കുമേ, സന്തോഷം
പിടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുനാഥന്റെ രക്ഷയിൻ കൊടി കോച്ചത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, ദൈവയുടെ ശക്തികൾ നശിക്കുമേ, യേശുവിൻ നാമത്തിൽ മടങ്ങുമേ, തല കുനിക്കുമേ, അതുമേ സന്തോഷമേ. സഭകളെ തന്നു പാടുമേ, യേശുവിൻ കീർത്തി കൊണ്ടാടുമേ, സുവിശേഷം ചൊല്ലാനോടുമേ, നീ ദ്രവിക്കുന്ന നീടുമേ, പണം ഒത്തല്ലാരും നിന്ന് വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, ദൈവയുടെ ശക്തികൾ നശിക്കുമേ, യേശുവിൻ നാമത്തിൽ മടങ്ങുമേ, തല കുനിക്കുമേ, അതുമേ സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, ദൈവയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതുമേ സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ കൂടിയ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സമീപ ഭവനങ്ങളിൽ സ്ഥലത്തൊക്കെ ഇരുന്ന് ദൂരത്ത് ഓൺലൈനിലൊക്കെ കാണുന്ന കേൾക്കുന്ന നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സുവിശേഷം നിന്നെ ഉയർത്തും, സുവിശേഷം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അതാ സുവിശേഷം. ഞാൻ എടുത്ത വാക്യത്തിൽ എന്തുവായി സമയം, എന്തുവായി ശിവപാശ, എന്തുവായി 9:15. അപ്പൊ ഇനി 3/4 മണിക്കൂറോടുണ്ട്. ആയിക്കോട്ടെ, എടുത്ത വാക്യത്തോടെ ഒന്നുകൂടെ കൂട് പുലർത്തി. നമ്മൾ വായിച്ച സംഖ്യാപുസ്തകം 23-ന്റെ പ്രാരംഭ വാക്യമാണ്. ദൈവത്തിന് മഹത്വം. വേറെ പുസ്തകം മൊത്തം 66 പുസ്തകമാണ്. സത്യവേദ പുസ്തകം പേര് തന്നെ ഇത് സത്യമാണ്. അല്ല ഉമ്മാക്കി കഥയും കഴിവിക്കഥയും അമ്മുമ്മ കഥയും കെട്ടുകഥയും ഒന്നുമല്ല, സത്യമാണ്. അത് തലയ്ക്ക് ആളതാമസം ഉള്ളവനറിയാൻ സത്യമാണ്. ഇതിനകത്ത് ഊളച്ചൊള്ളി ഉള്ളവനോട് പറഞ്ഞിട്ടും ഇല്ലേ? ഓ, ഇത് സത്യമാണ്. പേര് സത്യവേദ പുസ്തകം. 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വേദത്തിന്റെ പേര് സത്യവേദം. സത്യവേദ പുസ്തകം 66 പുസ്തകം. എന്തോല്ല പുസ്തകം 66. നല്ല കണക്കുവാ. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. 66 2 ഭാഗമാണ്. പഴയ നിയമവും പുതിയ നിയമം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെന്നാ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വന്നേക്കുന്നതാണോ? ഇപ്പൊ അതാ ചിന്തിക്കുന്നത്. എന്താ മോനിച്ചാ അച്ചായോ എന്നെ പറ്റി ഇവിടെ വന്നിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ശ്രദ്ധിച്ചേ, സത്യവേദ പുസ്തകം 66 പുസ്തകം. പഴയ നിയമം പുതിയ നിയമം. പഴയ നിയമം എത്ര പുസ്തകമാണ് മോനെ? ഉള്ള നാട്ടെ പറ. പുതിയത് എത്രയുണ്ട് മോനെ? പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതിയതായി സത്യവേദ പുസ്തകം. ഇവർ എഴുതിയതിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനും നേരിട്ട് കണ്ടിട്ടില്ല. ഭൂമിയിൽ വെച്ച് കണ്ടിട്ടില്ല, നേരിട്ട് മുഖാമുഖം കണ്ടിട്ടില്ല. പക്ഷെ ഉൽപ്പത്തിയും വെളിപ്പാടും വായിച്ചാൽ ഒരാൾ എഴുതിയത് പോലെ തോന്നും. കാരണം യോഹന്നാനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവും മോശയിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവും ഒന്നാണ്. പണ്ട് മണക്കാലിലെ ഏജി ശോഭല് പറഞ്ഞാൽ പപ്പുള്ളയുടെ ആത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവാ വ്യാപരിച്ച രണ്ടുപേരിലും. അതുകൊണ്ട് 1600 വർഷത്തെ അന്തരമുണ്ടെങ്കിലും വായിക്കുമ്പോൾ ഒരാൾ എഴുതിയത് പോലെ തോന്നും. അതായത് പുസ്തകത്തിന്റെ വൈശിഷ്ട്യം. അവിടെ ഓടിച്ച് മുമ്പോട്ട് പോകാം. അതിൽ പഴയ നിയമ പുസ്തകം 32 എഴുത്തുകാരെഴുതി. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരെഴുതി. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരും അല്ല. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടും. നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായവും, പുറപ്പാട് പുസ്തകം 40 അധ്യായവും, ലേവ്യ പുസ്തകം 27 അധ്യായവും, സംഖ്യാ പുസ്തകം 36 അധ്യായവും, ആവർത്തന പുസ്തകം 34 അധ്യായവും. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്.
ഉൽപ്പത്തി പുസ്തകത്തെ തരംതിരിച്ച ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ സൃഷ്ടിവൃത്തങ്ങളാ. സൃഷ്ടിവൃത്തം, ചരിത്രം, ലോകചരിത്രം. അതാ ഒന്നുകൂടെ നല്ലത്, ലോകചരിത്രം. 12 മുതൽ 50 അധ്യായം വരെ കുടുംബചരിത്രമാണ്. മറ്റൊന്നുമില്ല, അബ്രഹാമിന്റെ കുടുംബം. ഉൽപ്പത്തി പുസ്തകം ദൈവത്തിലാണ് തുടങ്ങുന്നത്. അങ്ങനെയല്ലയോ ശിവപാസ്റ്റേ? 1:1 എല്ലാവർക്കും കാണാൻ പാടമാണ്. എന്നാലും വായിച്ചോ, മൈക്കിൽ കൂടെ വായിച്ചോ, നോക്കി വായിച്ചോ, അല്ലേ അവരോർക്ക് നമ്മൾ രണ്ടുകൂടെ ഒത്തോണ്ടാണ്. ഉൽപ്പത്തി താളം അറിയുന്നില്ലേ? പെട്ടെന്ന് പുതിയ ബൈബിളാകുന്ന കൊണ്ടൊന്ന് തോന്നുന്നു. ആദിയിൽ ദൈവം ആകാശം. മതി. ആദിയിൽ ദൈവത്തിൽ തുടങ്ങി. ദൈവത്തിലാണ് തുടങ്ങിയത്. അല്ല, ദൈവത്തിൽ തുടങ്ങണം. ദൈവത്തിൽ തുടങ്ങാത്തതിനെല്ലാം തകർച്ചയാണ്. ദൈവത്തിൽ ആരംഭിക്കണം. ആദിയിൽ ദൈവം. പക്ഷെ 50 അധ്യായത്തിന്റെ 20 ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചേ. 50ന്റെ ഒടുവില് എങ്ങനെയാ തീർന്നത്? വായിച്ചേ. 50 അധ്യായത്തിന്റെ ഒടുവില് യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ടവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടി വെച്ചെന്ന് ദൈവത്തിൽ തുടങ്ങി നിർത്തിയടവേടാ. ശവപ്പെട്ടി എല്ലാവരുടെയും അവസാനം ഇതാ. ദൈവത്തിലാണ് ആരംഭിച്ചത്, വന്ന് തീർന്നതോ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ യോജിക്കുമെന്നതിൽ എല്ലാവരും ഒരു ശവപ്പെട്ടി നേരത്തെ മേടിച്ചു വെക്കുന്നത്. ഇഷ്ടപ്പെട്ടത് മേടിക്കാവല്ലോ. കൊച്ചുങ്ങളേതാ മേടിച്ചോണ്ടോ? അട്ടയ്ക്ക് പെയിന്റ് അടിച്ചാന്നോ? അതോ ഏതായാലും ദ്രവിക്കാനുള്ളതാന്നാ? പിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞു ഒന്നുമല്ല. മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായടിയും കുഴിയിൽ മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായടിയും കുഴിയിൽ ശ്വാസം നിൽക്കുമ്പോ ആത്മാവോ തന്റെ വാസം തേടിപ്പോ ശവപ്പെട്ടിയിലാവെന്ന് നിൽക്കുന്ന ഉൽപ്പത്തി പുസ്തകം. ഓടിച്ചു പോയ പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാടാ, എല്ലാം വിവരിക്കുന്നില്ല. ലേവിയ പുസ്തകം ആരാധനയുടെ ക്രമങ്ങളാണ്. സംഖ്യാ പുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം കണക്കെടുക്കുന്ന പുസ്തകമാണ്. അല്ലെ ഒന്നുകൂടെ ശരിക്കും പഠിച്ചാൽ യാത്രകളുടെ പുസ്തകമാണ്. 40 വർഷം ഇസ്രായേൽ മരുഭൂമിയിൽ യാത്ര ചെയ്തു. ചിലർ ധരിച്ചേക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലായത് മൊത്തം വന്നല്ല. പുറപ്പാട് പുസ്തകത്തിൽ സീനായി മരുഭൂമിയിൽ വന്നിച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ യാത്ര മുഴുവൻ കിടക്കുന്ന സംഖ്യാപുസ്തകത്തിലാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇസ്രായേൽ 40 വർഷം യാത്ര ചെയ്തു. അപ്പോൾ തന്നെ ഈ കണക്കെടുക്കുന്ന പുസ്തകം ആ സംഖ്യാപുസ്തകം. പേര് തന്നെ അങ്ങനെ സംഖ്യാപുസ്തകം. കണക്കെടുക്കുക. 2 പ്രാവശ്യം ആ കണക്കെടുത്തത്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ബാധയ്ക്ക് മുൻപേ കണക്കും ബാധ കഴിഞ്ഞു. ബാധ തുടങ്ങുന്നതിന് മുന്നേ കണക്കെടുത്തു. ബാധ തുടങ്ങിക്കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ ശിവപാസ്റ്റർ 1-ാം അധ്യായത്തിന്റെ 1, 2, 3 ഒന്ന് വായിച്ച സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വേഗത്തിലൊന്ന് വായിച്ച. ഇസ്രായേൽ ദേശത്ത് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർവഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം. എണ്ണം എടുക്കുന്ന പുസ്തകമാണ് ആ പേര് സംഖ്യ. ഇതാണ് ആദ്യം. ബാധയ്ക്ക് മുമ്പാ. ഇനി 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് സംഖ്യാപുസ്തകം 26 കഴിഞ്ഞ ശേഷം ബാധ കഴിഞ്ഞ ശേഷം. അപ്പൊ ആദ്യം എടുത്തത് ബാധയ്ക്ക് മുമ്പേ, രണ്ടാമത് എടുക്കുന്നത് ബാധ കഴിഞ്ഞ്. ആ ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ
മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പിൻ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ചിന്തിച്ചോ, ബാധയ്ക്ക് മുമ്പേ കണക്കെടുത്തു, ബാധ കഴിഞ്ഞു കണക്കെടുത്തു, 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ഇനി 26-ാം അധ്യായത്തിന്റെ 63-64 വായിച്ച ഇടത്ത് വശത്തെ കണ്ണിക, ചെറിയ കണ്ണിക. യെരിഹോവിന്റെ സമീപത്ത് യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ പുരോഹിതനാകുന്ന മോശയും പുരോഹിതനാകുന്ന എലയാശരും എണ്ണിയവര് ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എണ്ണിയ പുള്ളിയില്ല. എണ്ണിയവരാരും ഇല്ലെന്നല്ല, എണ്ണിയവരാരും ഇവിടെ ഇല്ല. ഇപ്പൊ എണ്ണിയ പുള്ളി അഹരോൻ അതിനിടയ്ക്ക് മരിച്ചു. സംഖ്യ 20-ാം അധ്യായത്തിൽ 2 മരണമാണ്. ഒന്ന് മിരിയാമിന്റെ മരണവും 2 അഹരോന്റെ മരണവും. നിങ്ങളിപ്പോ ചിന്തിക്കുക, ഇയാൾ വന്നപ്പം തന്നെ മരണമെന്നാണല്ലോ, പിന്നെ ആകുമെന്നുള്ളത് ഉറപ്പാണ്. ചില നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഈ ആഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞ ഒന്നും വരാതിരിക്കട്ടെ, ദൈവം ദീർഘായുസ് തരട്ടെ. അല്ല, ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക, പക്ഷേ ഞാൻ ഈ ആഴ്ച ഒന്നും വരാതിരിക്കട്ടെ, യോഗത്തിന് വന്നത് അനുഗ്രഹമാകട്ടെ. അഥവാ എന്തേലും ബുദ്ധിമുട്ടുണ്ടെ മാറിപ്പോകട്ടെ. എങ്കിലും നോട്ടോ ഇരിപ്പം തോന്നിച്ചത്തോളം ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടി എണ്ണി. 2ാമത് എണ്ണിയപ്പോൾ അഹരോനില്ല, മോശയും എലയാസറുമാണ്. അഹരോൻ ഇതിനിടയ്ക്ക് മരിച്ചു. 20-ാമത്തെ സംഖ്യാപുസ്തകം 22 മരണമാ. പ്രധാന മരണം ഒന്ന് മിരിയാം മരിച്ചു, 2 അഹരോൻ. മിരിയാമിന്റെ മരണം വല്ലാത്ത മരണമാ. വിശുപാസ 20-ന്റെ 1 വായിച്ചോ, 20-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം സംഖ്യാപുസ്തകം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. ശ്രദ്ധിച്ചേ, കാദേശ് വന്നപ്പോ മിരിയാം മരിച്ചു. നമ്മൾ വായിച്ചു വിടുമ്പോ മിരിയാം മരിച്ചു. നല്ലതാ, ഇനി ഇരുന്നിട്ടും വലിയ കാര്യമൊന്നും. ഇവിടെ ഒരു അമ്മ മരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി മരിച്ചോ? പോയത് നന്നായി. അല്ല, ഈ മരണവീടുകളിലൊക്കെ ഇപ്പൊ അത് പറയേണ്ടതായിട്ടൊക്കെ വന്നിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ വല്ലതും ചെയ്യണേ, മരിച്ചു കഴിഞ്ഞ് ചെയ്തിട്ടൊന്നും ഏൽക്കുകയല്ല. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കവളത്തൊരു ഉമ്മ കൊടുത്താൽ മനസ്സിലാക്കി ഇന്ന ആള് തന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിലും കയറ്റുകയില്ല, കയറുകയില്ല, മിണ്ടുകയില്ല, ഒന്നും ചെയ്യത്തില്ല. അത് കഴിയുമ്പോൾ നീ വീഡിയോ നോക്കി ഉമ്മ കൊടുക്കുക, നേരം പിടിച്ചാൽ മോശക്കണം. നമുക്കത് ഒക്കത്തില്ലല്ലോ. തന്തേന്താളെ ജീവിച്ചിരിക്കുമ്പോൾ വെള്ളം കൊടുക്കാത്ത, അന്വേഷിക്കാത്ത നീ ഡെഡ് ബോഡി എടുക്കാൻ നേരത്തെ കമന്ന് കിടന്ന് ഉമ്മ വെക്കുമ്പോൾ നല്ല പണ്ട് ഒരമരം നൊരയ്ക്കുമ്പോൾ പോലെ നിന്നെ അതാ ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. അത് മാതാപിതാക്കളോടാണെങ്കിലും മക്കളോടാണെങ്കിലും സമൂഹത്തോടാണെങ്കിലും ആരോടാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്താലും ഏക്കുകയല്ല. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. മിരിയാമിന്റെ മരണം വല്ലാത്ത മരണമാണ്. വേദപഠിതാക്കൾ പറയുന്നത് മിരിയാം മരിച്ചത്, മിരിയാം ആരാ? പ്രവാചകിയാ, കുടുംബത്തിലെ മൂത്തതാ, തപ്പെടുത്ത് നൃത്തം ചെയ്തതാ, സോദരി സമാജത്തിന്റെ പ്രസിഡന്റാ. എൻ്റെ ഭാഷയാ. അമ്മാമ്മ ഭയങ്കര പ്രസംഗമൊക്കെയാ. സുവിശേഷ പോർക്കളത്തിൽ അമ്മാമ്മ നിന്ന് ദീർഘവർഷങ്ങളായ അമ്മാമ്മ പ്രത്യേക ഫലകമൊക്കെ അമ്മാമ്മയ്ക്ക് കിട്ടിയതാ. അതൊക്കെ പിടിച്ചോണ്ട ഫോട്ടോയും. പക്ഷേ അമ്മാമ്മയുടെ മരണം വല്ലാത്ത മരണമാണ്. എങ്ങനെയാ മരിച്ചത്? ഒറ്റ വാക്യം പറഞ്ഞാൽ വെള്ളം ഇറക്കാതായത്തത്. അടുത്ത വാക്യമായിരുന്നു. അടുത്ത വാക്യം, അവിടെ അവളെ അടക്കം ചെയ്തു. അവിടെ അവളെ കാദേശിലെ അവിടെ അവളെ അടക്കം ചെയ്തു. അടുത്തത്, ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല. ആ കാദേശിൽ വെള്ളമില്ലായിരുന്നു എന്ന് പറഞ്ഞ മിരിയാം വെള്ളം ഇറങ്ങാനാകാത്തത്. എത്ര എണ്ണം അങ്ങനെ ചാകുന്നു. ഒരു പ്രയാസം വരുമ്പോൾ നേരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ഇവിടെ പലതുണ്ടല്ലോ, പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നൊരാൾ പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചേതാ? അയ്യോ, പിന്നെ ഗാർഡൻ കണ്ടിരുന്ന വെച്ച് ബില്ല് തരുമ്പോൾ അത് ചുരുട്ടി വെച്ച് ഗാർഡനകത്ത് കയറി ഇരുന്നാൽ മതിയോ?
അപ്പൊ ഞാൻ പറഞ്ഞത് ബിസിനസ് അല്ലേ, കൂടുതലും ബിസിനസ്സാണ്. നമ്മൾ വയ്യാത്തൊരാൾ, നമുക്ക് മാതാപിതാക്കൾ സഹോദരങ്ങൾ വയ്യാറാകുമ്പോൾ ചെല്ലി കൊണ്ടുപോകും. എന്നാൽ നമ്മൾ കൊണ്ടുവന്നാൽ അവർ ചിലപ്പോൾ ആൾക്ക് അവിടെ തന്നെ നല്ല കട്ടായന്മാർ നിൽപ്പുണ്ട്. വണ്ടി അങ്ങോട്ട് നിൽക്കുമ്പോഴേ അമ്മമാരത് ഒന്നിക്കോട്ട് അങ്ങനെ അമ്മച്ചി പറഞ്ഞ് നടന്നു വരാം, വേണ്ട വേണ്ട അങ്ങോട്ട് കയറിക്കോളാം. നടന്നു പോയ തള്ളയാ, ആ തള്ള ഉന്തിക്കൊണ്ട് നമ്മൾ ഉടനെ പുറകെ ചെന്നില്ലേ മുമ്പേ ഗമിച്ചിടുന്ന ഗോകുതൻ്റെ മുമ്പേ ഗമിക്കുന്ന ഒരു ഗ്ലാസ്സിന് അവിടെ ഇരുന്നാൽ മതി. കൊണ്ടുപോയി ഒരു കുഴപ്പമില്ലാതെ പോയത് അള്ള അനങ്ങുന്നുമില്ല. ബിസിനസ്സാണ് കൂടുതലും. എന്നാൽ നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ട്, ഇച്ചിരി അകത്ത് കയറി കഴിഞ്ഞൊരു സ്ട്രോക്ക് നമ്മൾ കയറുന്നുണ്ടോ? അകത്ത് കയറി കഴിഞ്ഞാണ് അത് നിങ്ങളുടെ കുഴപ്പമല്ലേ? അവിടെ പിറ്റേന്ന് വന്ന് പറയുന്നത് എന്നാ അറിയോ, അറ്റാക്കും വന്നു. അപ്പൊ ചെല്ലുമ്പോഴേ അവർ ചോദിക്കും, ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഈ പൊങ്ങന്മാരുണ്ടല്ലോ, ഈ പൊങ്ങന്മാരും അവർ ചോദിക്കും എവിടാ വീട്? വീട് പാണ്ടനാട്. എത്ര മക്കളുണ്ട്? 7. എവിടാ? 6 എണ്ണം കാനഡയിൽ, 1 എണ്ണം ന്യൂയോർക്കിൽ. അപ്പൊ അവര് തീരുമാനിച്ച് ഈ തള്ളയെ വെച്ച് നമുക്ക് കുറച്ച് കാശ്, നല്ല പിടിപ്പുള്ള തള്ളയല്ലേ. ഞാൻ എല്ലാവരുടെയും കാര്യം ബിസിനസ്സാണ് ഇതെല്ലാം. ഉടനെ തന്നെ മക്കളെ വിളിക്കാൻ പറഞ്ഞു, വിളിച്ചു. ഉടനെ അവിടെ മക്കൾക്ക് വരാനും ഒക്കെ അവര് ഡോക്ടറെ പൈസ ഒരു വിഷയമല്ല, എങ്ങനെയും അമ്മേ. അപ്പൊ അവര് എല്ലാവരും ഒന്നിച്ചിരുന്ന് പറഞ്ഞു, ഈ തള്ളയെ വെച്ച് വേണം നമുക്ക് ആ 4 നില കെട്ടിടം. ബിസിനസ്സായത് കൂടുതലും. നമ്മൾ 5 ദിവസം കഴിഞ്ഞെന്ന് ചോദിക്കുക എങ്ങനുണ്ട്, ഇടത്തെ കണ്ണിന്റെ പോള ഒന്ന് അനക്കിയെന്ന്. അങ്ങനുണ്ട്. ഞങ്ങളെ ഒന്ന് കാണിക്കാവോ? 4 മണിയാകുമ്പം വിടവിപ്പെടാം. നമ്മൾ ഒരു കണ്ണടച്ചേച്ച് നോക്കിയപ്പോൾ ഒരു 5-8 എണ്ണം പച്ച പുലപ്പും പുതച്ച് കിടക്കുക. നമ്മുടെ വള്ള ഏറാണ് ആരറിഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇത് കൂടുതലും ബിസിനസ്സാണ്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, കൂടുതലും ബിസിനസ്സാണ്. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം, എല്ലാവരും യോജിക്കത്തില്ല. ഡോക്ടറോട് ചോദിക്കണം രക്ഷപ്പെടുമോ രക്ഷപ്പെടുകയില്ലയോ. അപ്പൊ പറയാം ആ സാധ്യത കുറവാ. അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് പറയാം, നിങ്ങൾ നേരത്തെ വക്കീലിനെ കൊണ്ട് എഴുതിപ്പിച്ചു വെച്ചോ. അങ്ങനത്തെ കാലമാണ്. വീട്ടിലോട്ട് കൊണ്ടുവരണം അനുവാദത്തോടെ. എന്റെ ഭാഷയാ. പാട്ടുപാടി പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കും. അതല്ല ആയുസ് തീർന്നെങ്കിൽ അവൻ പ്രത്യാശയോടെ അവൻ സ്വന്തം വീട്ടിലോട്ട് പോട്ടെ. എന്തായാലും കൊള്ള മരണം ഉറപ്പാ. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം മരണം വഴിയായി കടന്നു പോകും. എനിക്ക് ഓർപ്പിക്കാറുള്ളത്, മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രമാണ് രക്ഷകൻ. ഞാൻ ദീർഘവാക്കുന്നതിൽ ഓടിച്ച് അവസാനിപ്പിക്കുക. ദൈവത്തിന് മഹത്വം. ആമേൻ. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആദ്യം എണ്ണിയപ്പോൾ എണ്ണീവൽ ഒറ്റയിടത്തിന് ഒടുക്ക എണ്ണിയപ്പോൾ കണ്ടില്ല. ആട്ടെ, യാത്രകളുടെ പുസ്തകം. ഇങ്ങനെ യാത്ര ചെയ്ത് മിസ്രൈമിലെ റമസേസിൽ തുടങ്ങി സുക്കോത്ത, ഏതാര, ബീദാര, ചെങ്കട്, അക്കരെ, ശൂറ, മാറ, എലീവ, അർണോൻ, പാറാൻ, സീൻ മരുഭൂമി, സീനായ് എന്ന് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്ത് വന്ന് ഇവരിപ്പോ മോവാബ് സമഭൂമിയിലെത്തി. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ യോർദാൻ കടന്ന് അക്കരയ്ക്ക് പോവുക. ഈ മോവാബ് സമഭൂമിയിൽ വന്നപ്പോൾ ആ രാജ്യത്തെ നാട്ടുരാജാവ് പേടിച്ചു, ബാരാക്ക്. അവൻ പേടിച്ചു പറന്ന് ഇസ്രായേൽ ഇങ്ങനെ പരന്ന് കിടക്കുകയില്ലയോ. അന്ന് എണ്ണത്തിൽ കുറവും ആൾ ചുരുങ്ങിയവരും. അന്ന് ഇപ്പം ദൈവം അതെല്ലാം വർദ്ധിപ്പിച്ചു, ഭയങ്കരമായിട്ട് ദൈവം വർദ്ധിപ്പിച്ചു. അല്ല, ആരംഭകാലത്ത് ബന്ധുക്കോസുകാരും അങ്ങനെ 1-2 പേര് അതുങ്ങളെ പാട്ട് കൊട്ടി കളിയാക്കുകയും ചാണകവെള്ളം തളിക്കുകയും കല്യാണ പന്തി എഴുന്നേപ്പിച്ചു വിടുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യും എത്ര വിശുദ്ധന്മാര്. പക്ഷെ അറിഞ്ഞ സത്യത്തിൽ നിന്ന് അവര് പിന്മാറിയില്ല. അവര് ധീരതയോടെ കർത്താവിനെ സാക്ഷിച്ചു. മാതാക്കളെയൊക്കെ എത്ര ആക്ഷേപിച്ചു. കമ്മലുമാല ഇട്ടത് ഊരിയെന്നും പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാച്ചമ്മയെ പിടിച്ച് ഇടിക്കുകയായിരുന്നു. കൊച്ചമ്മേനോട് പറഞ്ഞു കുനിച്ചു നിർത്തി ഇടിക്കുക. 80 കിലോയുടെ ഇടി. ഓരോ ഇടിക്കും മുന്നേ കെട്ടുതാലി പൊട്ടിച്ചോടിന്ന്. കൊച്ചമ്മ പറഞ്ഞു പൊട്ടിച്ചോ ഇടിക്കുക. കൊച്ചമ്മേനോട് പറഞ്ഞു ഓരോ ഇടിക്കും ഞാൻ ആത്മാവിൽ നിറയി വന്നു. ഒടുവിൽ അവറാച്ചൻ കുഴഞ്ഞിടിച്ചേ. നടന്നത് എന്നാന്നറിയോ? ഇടിച്ച് അവറാച്ചൻ ഈ മാർഗത്തിൽ വന്നു. അതായി പുസ്തകത്തിന്റെ പ്രമാണം. ഇതിന്റെ പ്രമാണം എന്നാന്നറിയോ? നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം ചേരും. പിതാവ് ആകർഷിച്ചു കഴിഞ്ഞാൽ അവര് നിന്റെ പക്ഷം ചേരും. ഇതാണ് നമ്മുടെ പ്രമാണം. അവിടെ നമ്മളാരെയും നിർബന്ധിക്കുമൊന്നും വേണ്ട.
പരപ്രേരണയൊന്നും വേണ്ട, അങ്ങനെ ഒക്കത്തില്ലല്ലോ. കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആരംഭകാലത്ത് അങ്ങനെ വേപ്പട്ടിയെ പോലെ ഓടിച്ചിട്ടുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ, എല്ലാം വിശദീകരിക്കാൻ നേരമില്ല. ഈ മൈക്ക് ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്ന നിങ്ങളും ഇതിനപ്പുറത്തെ കാര്യം അനുഭവങ്ങളുണ്ട് പറയാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാരാക്ക് പേടിച്ചു പറയാ, ഇസ്രായേൽ മക്കളെ കണ്ടേച്ച് പറയാ, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ഞാൻ നമ്മെ നക്കിക്കളയുക. അവല്ലേ ഇപ്പൊ മെപ്പറാളം എല്ലാവർക്കും പേടിയല്ലേ? എനിക്കറിയാം, നമ്മളെ കാണുമ്പോ അങ്ങ് നമ്മളൊരു നമുക്കൊരു മുക്കിനോ മൂലയ്ക്കോ ഒന്നും സുവിശേഷം പറയാൻ മേല. മദ്യം കുടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത്, നന്നായിട്ട് ജീവിക്കണം, മനുഷ്യസ്നേഹി ആയിരിക്കണം, അടിയുണ്ടാക്കരുത്, കേസും കോടതിക്കൊന്നും പോകരുത്, തമ്മിത്തല്ലുണ്ടാക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഗുണദോഷമാണ്. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, അയൽത്തുകാരെ സ്നേഹിക്കണം, ജാതി സ്പർദ്ധ ഉണ്ടാക്കരുത്. ഞാൻ മുസ്ലിം, ആ ക്രിസ്ത്യാനിയെ, ഹിന്ദു ആണെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കരുത്. നമ്മളെല്ലാം ഒരു മനുഷ്യന്റെ സന്തതികളാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതല്ലയോ പറഞ്ഞു കൊടുക്കുന്നത്? ഇതായി പറഞ്ഞു കൊടുക്കുന്നത്. ഇതാ പറയേണ്ടതും. ഇത് പറയാൻ നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലു പറഞ്ഞില്ല. ഞാൻ ഇവന്റെ പെമ്പളക്ക് സ്ത്രീധനം കിട്ടിയതല്ലേ, അവന്റെ ആ പൊടിമീശയും മുണ്ട് മടക്കി കുത്തി, എടാ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പീത്തവര. വെള്ളപ്പൊക്കം വന്നപ്പോ കണ്ടതല്ലേ മാണ്ടനാട് മുഴുവൻ വെച്ചാ ഭയങ്കര വീടുമൊക്കെ പണിത്, 2 നില 5 നിലയൊക്കെ പണിത്, മതിലുമൊക്കെ കെട്ടി, വെള്ളം ചോട്ടുന്ന മാതിലടിച്ച് താഴെയിട്ട് ഞെക്കുന്ന ഇതുണ്ടല്ലോ, ഗേറ്റ് തുറക്കുന്ന, എന്നെ അതിന് പറഞ്ഞ് റിമോട്ട് തള്ള ഇരുന്ന് ഞെക്കോണിയൊക്കെ വെള്ളം കയറി അതെല്ലാം ജാമായിപ്പോയി. രണ്ടുകൂടി ഇരുന്ന് ഞെക്കുക. ഈ തള്ള തവേ വന്ന കൈയടിക്കുന്ന തള്ളയല്ലേ. ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ഒരാൾ പറയാ സജി വന്നില്ലെന്ന്. പുള്ളി തന്നെ എല്ലാ വീട്ടിലും വള്ളത്തെ വരണോ? അയാൾ കൊച്ചുവള്ളത്തെ എല്ലാ വീട്ടിലും വരാൻ പറ്റുമോ? ഇതൊക്കെ കണ്ടതല്ലേ, എല്ലാവരും അനുഭവിച്ചതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുളിത്ര ഉള്ളു. ദൈവത്തിന് മകത്തെ പേടിയാ എല്ലാവർക്കും. നിങ്ങളെ ശ്രദ്ധിച്ചേ, നമ്മളൊരു സുവിശേഷ യോഗം നടത്തിയിട്ട് വേറെ വസ്തുവായിട്ട് റോഡിന്റെ സൈഡിൽ കൂടെ പോയാൽ മതി. ചെറുക്കിഷ്ടമല്ല. ആ വണ്ടി വടിയിൽ ഇങ്ങനെ ഒതുക്കിയായിരുന്നത് കരിവിന്റെ പരമാണ്. എന്നാലും ചില 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 അതേപോലെ നിങ്ങൾ വേറെ ചില ചടങ്ങ് നോക്കിയേ, റോഡ് മുഴുവൻ ബ്ലോക്കാ. റോഡിന് നടുക്ക ഓരോന്നുണ്ടാക്കി വെച്ചേക്കുന്നേ, ഡെസ്കും മേശ ഇട്ടേ. എന്നാ നിങ്ങളല്ല ഇങ്ങനെ വള്ളം മുങ്ങിയതുപോലെ വാണ്ടനാട്ട്? ഞാൻ കാര്യമാണ് പറയുന്നത്. അങ്ങനെ 2 നിയമം. നമ്മൾ സാക്ഷ്യം ചെയ്യാൻ പറയും 9 ആകുമ്പോൾ നിർത്തണം. ചിലര് 11:00-ക്കും 12:15 ഒക്കെ വെച്ചോണ്ടിരിക്കുക. ഇത് കേട്ടേച്ച് പോയാൽ മതി. നിങ്ങൾ പോകുകയെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നപ്പോഴേ പറഞ്ഞു ബോധമില്ലാത്തവനാ, ദൈവത്തെ ഓർത്ത് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ്. കാക്കാച്ചിന് വെളിവും വിവരം ഉള്ളവനല്ല. അയാൾ വല്ലതും വിളിച്ച്, അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ഇരിക്കുവന്ന്. അല്ലെ, വിവരദോഷിയാകുന്ന എന്നെ എങ്ങനെ ദൈവം വിട്ടതെന്ന് എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവർക്കും കൂടെ അങ്ങ് വിവരം. പണ്ട് മർമാണി കല്യാണം കഴിച്ചു, ഭാര്യ തല്ലുക, പുള്ളിക്ക് തല്ലാൻ ഒക്കുന്നില്ല. പഠിച്ചത് അതിന് നല്ല പുള്ളി മർമാണിയാകൊണ്ട് നോക്കുന്നത്. അടിക്കാൻ ചെല്ലുമ്പോൾ അത് മർമ്മമാണ്. തൊടുമർമ്മങ്ങൾ ഇതൊക്കെ തന്നെ 18 മർമ്മം ഉണ്ടെന്നാ തൊടുമർമ്മം. അടിക്കാൻ ചെല്ലുമ്പോൾ അതിന് തള്ള നല്ല പെരുക്ക് കൊടുക്കുക. അല്ല, എല്ലാവരും ഇങ്ങനെ സ്റ്റാൻഡേർഡായ പിന്നെ ഈ കാര്യം കൂടെ പറയണ്ടായോ? അതിനാ വിവരമില്ലാത്ത എന്നെയും കൂടി ഇങ്ങനെ വിട്ടേക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, പലർക്കും ഭയമാണ്. ആരാക്ക് പേടിച്ചു പറയാ, കാലവയലിലെ പുല്ല് നക്കിക്കളയുന്ന പോലെ ജനം നമ്മെ നക്കിക്കൊല്ലും. അതിനെന്തോ ചെയ്യണം? ജനത്തെ നമുക്ക് തകർക്കണം. യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല. അതിനാ അയ്യോടി സീഗോനെ ഓഗിനെയൊക്കെ ഒതുക്കിയ ചെല്ല്. 21 21 വായിച്ച് സമയമില്ല. എത്രയാ? 9:45. എത്രയാ? 9:40. 20 ഉണ്ട്. 20 അവിടെ നിന്ന് ഇസ്രായേൽ മക്കൾ അമ്മോന്റെ രാജാവായ സീഗോന്റെ അടുക്കലോട്ട് ദൂതനെ ഞാൻ കൂടി. ഇവര് യാത്ര ചെയ്ത്
ചെയ്ത് വരിക, സീഹോന്റെ അടുക്കൽ ദൂതനെ അയച്ചു, ഞാൻ നിന്റെ ദേശത്തൂടെ കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, ഒന്നും കയറത്തില്ല. വഴി തരാൻ കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. നിങ്ങളുടെ കിണറ്റിലെ വെള്ളവും കുടിക്കത്തില്ല. ഞങ്ങൾ മര്യാദരാമന്മാരാണ്, പൊക്കോളാന്ന്. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പോയിക്കൊള്ളാമെന്ന് പറയും. തന്നെ പൊക്കോളാം എന്ന് ന്യായമായിട്ട് പറഞ്ഞു. അടുത്തത്, എന്നാൽ സീഹോൻ തന്റെ ദേശത്തൂടെ ഇസ്രായേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ, സീഹോൻ അനുവദിച്ചില്ല. എല്ലാ വാക്യവും വായിച്ച് പ്രസംഗിക്കാൻ നേരമില്ല. ചുരുക്കി പറഞ്ഞ ദൈവകൃപയുള്ളവരെ അടിച്ച് നിരത്തി ദേശമെല്ലാം പിടിച്ചിഞ്ഞെടുത്ത് സീഹോനെ ഒതുക്കി. ഇനി 31 വായര്, 31. ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്തുകൂടി പാർത്തു. അനന്തരം മോശ യാസേരിനെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിന്റെ ഗ്രാമങ്ങളെ പിടിച്ച് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞും ബാശാൻ വഴിയായി പോയി. ബാശാൻ രാജാവായ ഓഗ് സകല ജനവുമായി. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. സീഹോനെ ഒതുക്കി, ഓഗിനെ ഒതുക്കിയ ചകേറി ഇങ്ങോട്ട് വന്നേക്കുന്നേ. സ്തോത്രം. ഇത് ആരാക്കറിഞ്ഞു? മൂപ്പന്മാരറിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ് ചെന്ന് കൊമ്പ് കോർക്കരുതെന്ന് പറഞ്ഞു. നമ്മളെ വടിവാളുമായിട്ടാ ചെല്ലുന്ന. അവനൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അടിച്ചിട്ട് ഇളക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ആയുധം തിരിച്ച് പ്രതികരിക്കുന്നതല്ല, അടിക്കടിയല്ല, അനാവശ്യത്തിന് അനാവശ്യവും പറയത്തില്ല, എതിർക്കത്തില്ല, മുടക്കത്തില്ല. ഇവിടെ നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ പോകുകയല്ലേ. പക്ഷേ മുട്ടയിലിരിക്കും, പ്രാർത്ഥിക്കും. നീതിയോടെ വിധിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, നീതിയോടെ പ്രവർത്തിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ദൈവം നന്നായി ചെയ്യും. ആരും നശിച്ചു പോകാനല്ല, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവരും അനുഭവിക്കാനാ. ദൈവം പ്രവർത്തിക്കുന്ന അവരെ ആരും മുടിച്ചു കളയാനോ നശിപ്പിച്ചു കളയാനല്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, ആനന്ദം അവരും അനുഭവിക്കണം. അതുകൊണ്ട് മഹാരാജ് പറഞ്ഞു, പേടിയാണ് പറഞ്ഞു. പിന്നെ എന്നാ കോമഡി? മൂപ്പന്മാര് പറഞ്ഞു, ഒറ്റ കോമഡി ഉള്ളു, ഇവനെ എല്ലാം പ്രാഗിക്കൊല്ലണം. അപ്പൊ ചോദിച്ചു, അതാരാ പ്രാഗാൻ? അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ആരാ? അയ്യോ, അറം പറ്റുന്ന പ്രാഗ. ഈയിടെ വന്നാല് അത് മിത്രമടത്തൊരു പ്രാഗ എത്ര എണ്ണ മുടിഞ്ഞെന്നറിയാം. ഉദാഹരണം പറഞ്ഞതാ. പ്രാഗിക്കൊല്ല. ആരാ? ബിലയ. ചുരുക്കി പറഞ്ഞാൽ ഈ പുള്ളിയുടെ ശുശ്രൂഷ ഡോക്ടർ റവറൻ ബിലയ പ്രാഗുന്ന ശുശ്രൂഷയാണ്. ദശാംശം കൊടുത്തില്ലേ പുള്ളി? സ്വോത്രകാഴ്ച ഇട്ടില്ലേ പുള്ളി? കാശും പിടിപ്പും ചുറ്റുപാടും ഉള്ളവനെ കനപ്പിക്കും. അല്ലാത്ത അങ്ങനെയുള്ള ചിലരുണ്ട്, ചില കനവും ചുറ്റുപാടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരുവക്കാടാണെങ്കിൽ 2 പേരല്ല. അങ്ങനെയുള്ള വിദ്വാന്മാർ ഒത്തിരി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? സാധുക്കളാകുന്ന ചില അമ്മമാര് പ്രാർത്ഥിക്കാൻ ചെന്ന ആൾക്കായി സ്തോത്ര ഹാലുനി ആവോ ചില പിടിപ്പുള്ള കർത്താവ് നിന്റെ ദാസന് എന്നതൊക്കെയാണോ? ബിലിയാമിന്റെ ശുശ്രൂഷ പ്രാഗിക്കൊല്ലുക. എന്തിനേറെ ബിലിയാമിനെ വിളിച്ചു വരുത്തി. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്ന ബിലിയാം വന്ന് പർവ്വതത്തിൽ മോവാബ് മല പർവ്വതം കിടക്കുക. 3 പോയിന്റ് കത്തി. 1 ബാമോത്ത് മല, 2 സോബി മല, 3 പയോർ മല. വാക്യങ്ങളെല്ലാം എടുക്കാൻ നേരമില്ല. 3 ഭാഗത്ത് നിർത്തി വെച്ച് പറഞ്ഞു, ഒരു ജനം വന്ന് കിടക്കുക, നീ പ്രാഗിക്കൊല്ലാൻ പറഞ്ഞു. സമ്മാനമൊക്കെ മേടിച്ച് കാശ് മേടിച്ചേച്ചാ. നോക്കി പ്രാഗാനാ തുടങ്ങിയെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വരസ, ദൈവത്തിന്റെ മഹത്വം. പ്രാഗിക്കൊല്ലാനാവുന്നെങ്കിലും വായങ്ങോട്ട് തുറന്നപ്പോൾ വായിൽ കൂടെ വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ. അങ്ങനെ വന്നൊരു വാക്യം, ആ കുറുവാക്യം, അവൻ ആവിചാരം യാക്കോബിന് പറ്റത്തില്ല. ഇവരെ പ്രാഗിക്കൊല്ലാൻ വന്നവന്റെ വായിൽ ദൈവം അനുഗ്രഹത്തിന്റെ വചസ് കൊടുത്തു. നീ പ്രാർത്ഥിച്ചാൽ മതി, ആരാധിച്ചാൽ മതി. നിനക്ക് വിരോധമായി ചിന്തിക്കുന്നവനെ ദൈവം അനുകൂലപ്പെടുത്തി കൊണ്ടുവരും. ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെ ദൈവം അനുകൂലമാക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ഓടിച്ചവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. കാരണം കമ്പിവാചകം പോലെ പറയാം, വിശദീകരിക്കുന്നില്ല. ഒരു 3-4 പറയാം. പറ്റാത്തതിന്റെ കാരണം ഷൂപാസ്റ്റേ 23-ന്റെ 22-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചേ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. നിർത്തിക്കേ. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ കാരണം ഇവരും മിസ്രൈം പുറപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ
ഒറ്റ വാക്ക് പറയാം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിലെ ആചരിച്ച് മിശ്രയും വിട്ട ഇന്ന് രാത്രി ആ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. പുറപ്പാട് 12 നമുക്കറിയാം, ഈ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടികളുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ തങ്ങൾ പാർക്കുന്ന വീടിന്റെ കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടിമലും പുരട്ടണം. അന്ന് രാത്രി കാലിച്ചിരപ്പെട്ട് കയ്യിൽ പിടിച്ച് അടമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കൈപ്പിലൂടെ ഭക്ഷിക്കണം. ഒറ്റ വാക്കി പറഞ്ഞാൽ കുഞ്ഞാടിനേറത്ത് ചോരത്തളി ആചരിച്ചു. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. നമ്മുടെ വസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29, യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 35-ാമത്തെ വാക്യവും, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ടും, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ടും ഒക്കെ നിങ്ങൾ ചേർത്ത് അങ്ങോട്ട് പഠിച്ച് ഈ കുഞ്ഞാട് നസറയനാകുന്ന യേശു ക്രിസ്തു. ആ കുഞ്ഞാടിന്റെ രക്തം ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, ആ വിചാരം പറ്റത്തില്ല. ആർക്ക്? രക്ഷപ്പെട്ട ദൈവമൈതലിന്. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം ദൈവം. ഈ രക്തത്തിന് അവൻ ശക്തിയുണ്ട്. യേശുവിന്റെ രക്തം എന്താ അതിന്റെ വിശേഷത? പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, സമാധാനം തരുന്ന രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഈ രക്തത്താൽ മോചനം പ്രാപിച്ച നിനക്ക് ആവിചാരം ഏക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആവിചാരം പറ്റാതിരിക്കാൻ ഒന്ന് രക്ഷിക്കപ്പെട്ടോണം. 2, ആവിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാരണം ഈ സെയിം വാക്യം തന്നെ, അത് 24-ന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇത് തന്നെ, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ഒന്നുകൂടെ എടുത്ത് പറയുക, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ മുമ്പേ ഓർപ്പിച്ചല്ലോ, ചെങ്കടൽ കടന്നവരാ. ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്നാനപ്പെട്ടവരാ. ആവിചാരം പറ്റാതിരിക്കാൻ ഒന്ന് രക്ഷിക്കപ്പെടണം. 2, ആവിചാരം പറ്റാതിരിക്കാൻ വേറെ പുസ്തകത്തിന്റെ പ്രമാണമാ, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഒരാവിചാരവും നിനക്ക് പറ്റുകയില്ല. വിശദീകരിക്കുന്നില്ല, നന്നായിട്ട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. 3, ആവിചാരം പറ്റാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം, ശുഭപാസ്റ്റർ 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. എന്റെ ഭാഷയിൽ അങ്ങ് പറയുക, അവൻ ആവിചാരം കമ്മറ്റി കുന്തം കോടാലി അഭിഷേകം പ്രാപിക്കണം. ഈ ഞായറാഴ്ച കോടിക്കാരൻ കോടിയെ പിടിക്കാൻ വരും പോലെ സഭായത്തിന് വരിക, കണക്ക് ബുക്ക് അവൻ മമ്മി വരിക, നീ അഭിഷേകം പ്രാപിക്കണം. സഭയ്ക്കകത്ത് വന്നിട്ട് ചുണ്ണാമ്പ് തേച്ചാൽ പോരാ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ബോർഡിന്റെ ആദ്യം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കും. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ഈ പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിച്ച സാത്താന്റെ കെട്ടുപൊട്ടും, 4-ാം വേദക്കാരന്റെ കെട്ടുപൊട്ടും. പിന്നല്ലേ ദൈവത്തിന് മഹത്വം. ഒരാവിചാരോ നിന്നെ തൊടുകയല്ല. അവന്റെ തൊട്ടികളിൽ എന്നെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയും പോലെ ഈ നദി ഒഴുകിച്ചെല്ലുന്ന ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. നദി അങ്ങോട്ട് ഒഴുകിച്ചെന്നപ്പോൾ മഹാമ സമുദ്രത്തില് മത്സ്യം. ഏതായാലും എന്തുവായി സമയം? 10 10 മിനിറ്റ് കൊണ്ട് പറയാം. 10 മിനിറ്റ് കൊണ്ട് പറയാം. ഇവിടുത്തെ വായിക്കാത്ത 2 പറയും ചെക്ക 5 പറയും നിൽക്കാവല്ലോ. പെട്ടെന്ന് പറയാം. 4 3 ഞാൻ പറഞ്ഞില്ലേ? 4 ആവിചാരം പറ്റാതിരിക്കാൻ 4. ശുഭപാസ്റ്റേ 23-ാം അധ്യായത്തിന്റെ 9 വായിച്ചേ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത് തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നവര്. നീ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സഭയിൽ വന്ന് തിരുമേശ എടുക്കുന്ന നീ വേർപാട് പാലിക്കണം. അല്ലാത്ത കുണ്ടാമണ്ടിക്കകത്തൊന്ന് നീ പോയി
ആ തിങ്കൾ മുതൽ ശനി വരെ ഒരു ദിവസം ആയതുകൊണ്ടാണ് ഇത് തീർത്ത് പറഞ്ഞേച്ച് പോകുന്നേ. ആ 3-ാം ദിവസം വന്നേ പുറകെ വരുന്നവരെ അതിന്റെ പരുവത്തിന് വേർപാട് പാലിക്കണമെന്ന്. ഓള 28 കെട്ട് മാമൂടിസാണ്ട് യാത്ര ആടി എന്തരം 40 ഓരാണ്ട് എന്ന് വേണ്ട സാകല ഗുണ്ടാമണ്ടിക്കകത്ത് പോയി കണ്ടടം നിറങ്ങിയച്ച ഞായറാഴ്ച ആകുമ്പോ ചങ്ങാടം തള്ളിക്കൊണ്ട് വരും പോലെ വരിക. നീ വേർപാട് പാലിക്കണം. എടാ പെന്തിക്കോസ് ആണെങ്കിൽ ആ പ്യുവർ പെന്തിക്കോസ് ആയിരിക്കണം. മനസ്സിലായോ? ഇത് വേർപാടാ. പിന്നെ പ്രമാണം ഉണ്ടെന്ന് ഒരു വാക്യം വായിച്ച ശുഭാഷ 3:8 എസ്തേർ മൊർദെഖായിയോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്ന ഒരു പദമുണ്ടല്ലോ 3:8. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും മുമ്പേ പറഞ്ഞ പോലെ വായി വരുന്നതിൽ അയാൾ വിളിച്ചു പറഞ്ഞെന്ന് പറയണ്ട, വചനം പറഞ്ഞു. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചെതറിക്കിടക്കുന്നു. ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നി ചെതറി കിടക്കുന്നു. ഒത്തിരിയില്ല. അവിടെ ഒരു 10 കുടുംബം, ഇവിടെ 7 കുടുംബം, അവിടെ ഒരു 12 കുടുംബം, അവിടെ ഒരു 12.5 ആണ്. ചാത്തമിടാത്തൊരു തള്ളയുണ്ട് ഒറ്റയ്ക്കിറങ്ങി. അതാ 12.5. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടെ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും. അതാ പ്രമാണം. വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കുന്ന നിനക്ക് ആ വിചാരം പറ്റത്തില്ല. നിന്റെ കുടുംബത്തിൽ ദോഷം വരികയില്ല. ഒന്ന് ആ വിചാരം പറ്റാതിരിക്കാൻ രക്ഷിക്കപ്പെടുന്ന യേശുവിന്റെ 5 എണ്ണം മതി. പിന്നെ ഗുണമാകാനാണ് 5 എണ്ണം. അതുപോലെ റെജി പാസ്റ്റേ 5 എണ്ണം മതി എന്ന് കൂടെ ആ വിചാരം പറ്റാതിരിക്കാൻ. 5-ാമത്തെ കാര്യം 24-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ. പുള്ളി പർവ്വതത്തിന്റെ മുകളിൽ കയറി ഈ ഇസ്രായേൽ മക്കളെ നോക്കിയ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കിയപ്പോൾ ഓർഡറിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്രമം. ആവിചാരം പറ്റാതിരിക്കാൻ ജീവിതത്തിലും സഭയ്ക്കും കുടുംബത്തിനും ഒക്കെ ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ക്രമീകരണം. യാക്കോബിന്റെ കൂടാരങ്ങൾ വളരെ ക്രമത്തില. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിലെ നിന്റെ നിവാസങ്ങൾ എത്ര കൂടാരം എന്ന് പറഞ്ഞാൽ പാളയം 4 പാളയമാണ്. യഹൂദ പാളയം, രൂബേന്യ പാളയം, എഫ്രയീമിന്റെ പാളയം, ദാൻ പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് 12 ഗോത്രങ്ങളാണ്. 4 പാളയമാണ്. 1-ാം പാളയം യഹൂദ പാളയം, 2-ാം പാളയം രൂബേന്യ പാളയം, പിന്നെ എഫ്രയീമി പാളയം, ദാൻ പാളയം. ആ പാളയം പുറപ്പെടുമ്പോൾ നല്ല ഓർഡറിലാ പോകുന്ന. ഓർഡറില് ഒരു വാക്യം ഒന്ന് വായിച്ച ഷൂപാസ്. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 52 ഒന്ന് വായിച്ചേ. സംഖ്യ 1-ന്റെ 52. ഇസ്രായേൽ മക്കൾ ഗണഗണമായി ഓരോരുത്തർ താന്താന്റെ പാളയത്തിലും ഓരോരുത്തർ താന്താന്റെ കൊടിക്കരികയും ഇങ്ങനെ കൂടാരമടിക്കുന്നു. പറഞ്ഞ ക്രമമുണ്ട്, ഓർഡറുണ്ട്. ഉണർവ് കയറി വേറെ പാളയത്തിൽ ചെന്ന് കയറരുത്. തുള്ളി അങ്ങോട്ട് കയറി ഉടനെ തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളി കൊണ്ടെടുത്ത് തുള്ളി ഒരു തള്ളയുടെ കണ്ണാടി കയറി തുള്ളി കണ്ണാടി പൊടിയ തള്ള നോക്കി നിൽക്കുക. വെള്ളം കണ്ടവള് തുള്ളട്ടെന്ന് തവിട് പൊടിയാക്കി. എല്ലാം കഴിഞ്ഞപ്പം അണച്ചു കഴിഞ്ഞപ്പോൾ തള്ള എന്റെ കണ്ണാടി തരാതെ തന്നെ ഞാൻ പിന്നെ തുള്ളൽ വരുമ്പോൾ നോക്കും കണ്ണാടിയോ ബൈബിളോ വല്ലതും. ഇതിന് ക്രമമുണ്ടെന്ന് മാന്യ സഹോദരിമാർക്കറിയാം. നിങ്ങൾ ചിന്തിച്ച്, സഹോദരിമാർ ആത്മാവിൽ ആരാധിക്കുന്നവരല്ലേ? ഈ തലയിലിടുന്ന തുണി ഒരു അല്പം മാറിയാലോ കാണിക്കാം. ആത്മാവിൽ നിറയുമ്പോഴേ ഇതിന് ഇച്ചിരി മാറിയാൽ അറിയല്ലേ? അറിയത്തില്ലെന്നെങ്ങാനും പറഞ്ഞ അറിയും. ഇത് സുബോധത്തിന്റെ ആത്മാവാ. സുബോ
ആൾക്കാരുണ്ട്. ഇത് ദൈവത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവാ. അടുത്തിരിക്കുന്ന ആളെ സ്പർശിച്ചാൽ അറിയാമല്ലോ. ആ സഹോദരിമാരും അങ്ങനെ തലേ തുണിയിട്ട് വേണം പ്രാർത്ഥന, ആരാധന, അതൊക്കെ മാറിയാൽ അറിയാം. ഇത് സുബോധത്തിന്റെ ആത്മാവാ. ക്രമമുണ്ട്. ഇരിക്കുന്നതിന്, പോകുന്നതിന്, വരുന്നതിന്, കൂടുന്നതിനെല്ലാം ക്രമമാണ്. ഞാൻ ദൈവകൃപ കൊണ്ട് പറയാ, ദൈവകൃപ. ആ കരിക്കറിയാം, കരി വല്ലപ്പോഴും ഒക്കെ വരുന്നതാ. അവിടെ തിരുവല്ലയിൽ ഒരു കൂട്ടായ്മ ഉണ്ട്, എല്ലാം വളരെ അങ്ങനെ അല്ലയോ അവിടെ, ക്രമമല്ലേ ഉണ്ടല്ല. ആ എന്നാ പിന്നെ അങ്ങോട്ട് ഇപ്പം വരാത്ത ക്രമമായിട്ട്. അതെ, പിന്നെ ഞാൻ പറഞ്ഞോളാം. അപ്പൊ ശ്രദ്ധിച്ചേ, അദ്ദേഹത്തിന് അറിയാം. കസേരയുടെ കാലൊന്ന് മാറിയോ ഞാൻ പറയും. ഇതിന് ക്രമമുണ്ടെന്നെല്ലാത്തിനും. ജീവിതത്തിന് ക്രമം വേണം. ശുശ്രൂഷകൾക്ക് ക്രമമുണ്ട്, ആരാധനയ്ക്ക് ക്രമമുണ്ട്, ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ക്രമം കെട്ട് നടന്നാൽ ആവിചാരം തൊടും. എന്നാൽ ക്രമീകരണത്തിൽ ജീവിച്ചേ ഒരാവിചാരവും നിന്നെ തൊടുകയല്ല. ആവിചാരം യാക്കോബിന് പറ്റുകയില്ല. കാരണം ഒന്ന്, രക്ഷിക്കപ്പെട്ടവർക്ക് പറ്റുകയില്ല. രണ്ട്, സ്നാനപ്പെട്ടവൻ ആവിചാരം പറ്റത്തില്ല. മൂന്ന്, അഭിഷേകം പ്രാപിച്ചവന് ആവിചാരം പറ്റത്തില്ല. നാല്, വേർപാട് പാലിച്ചവന് ആവിചാരം പറ്റത്തില്ല. അഞ്ച്, അവൻ ക്രമീകരണത്തോടെ ജീവിക്കുന്ന നിന്നെ ശത്രു തൊടത്തില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സമയം എന്തുവായി? കൃത്യം 10. ചില ആൾക്കാർ പറഞ്ഞ അയാൾക്ക് ബോധമില്ലെന്ന, മനസ്സിലായോടാ ബോധമുണ്ടെന്ന്. അത് നിങ്ങളോടല്ല, ചില ആൾക്കാർ പറയുന്നതാ. നമുക്ക് 1 മിനിറ്റ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഒരാവിചാരവും നിനക്ക് പറ്റത്തില്ല. നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. നിന്റെ തലമുറ അനുവദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നശിച്ചു പോകാൻ ദൈവത്തില്ല. ഈ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടപ്പെട്ടവരെ ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. മൊത്തം പാടാൻ നേരമല്ല, 2 ശീലി പാടാം. ശത്രുവിന്റെ അല്ല, തകർത്തവനെ മാത്രയിൽ ജയം